Hello dear students, good evening to all. So എല്ലാവരും പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടാണോ ക്ലാസ്സിൽ വന്നത്? എന്താ അവസ്ഥ? ഇംഗ്ലീഷ് എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഫാത്തിമുണ്ട്, അമ്പിളി ദിലീപ്, സ്റ്റോം ഷാഡോ, സാന്ദ്ര ഡേവിസ്, ആര്യ അനിൽകുമാർ, ഷൈമ ചന്ദ്രൻ, യെസ് എന്താ സെഡ്രിക് നല്ല പേരാണല്ലോ സെഡ്രിക്. ഓക്കെ, ഗുഡ്. സെഡ്രിക് പറഞ്ഞു ഗുഡ്, ഉഷാറായിരുന്നു എക്സാം എന്ന് വിചാരിക്കുന്നു, തകർത്തു ഇംഗ്ലീഷ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, ഇംഗ്ലീഷ് പൊളിച്ചടക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തകർക്കാനുള്ള ആകെ ഒരു വിഷയം കൂടിയേ ഉള്ളൂ അല്ലേ, നമ്മളെ ഫിസിക്സ്. അതും കൂടി തകർത്താൽ നമുക്ക് എന്താ പറയാ, നിങ്ങൾക്കൊരു ഒരു ആശ്വാസമായി. കാരണം എക്സാം ഒക്കെ +1 എക്സാം എന്നുള്ള ഒരു വലിയ കടമ്പ അങ്ങ് കഴിഞ്ഞു കിട്ടി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും, പിന്നെ മീൻസ് ഫിസിക്സ് എക്സാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം അല്ലേ, യെസ് യെസ് യെസ്. എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു ഫിസിക്സ് എക്സാം? ഇതുവരെ നടന്ന എക്സാമുകളിൽ വെച്ച് ഏറ്റവും ഈസി എക്സാം ആയിരിക്കും എന്നാണോ നിങ്ങളെ എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ ഫിസിക്സ് പണി പാളിക്കും എന്നാണോ നിങ്ങളെ എക്സ്പെക്ടേഷൻ? എന്താന്ന് പറഞ്ഞേ, നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഫിസിക്സ് എക്സാം, ഫിസിക്സ് നിങ്ങളെ ചതിക്കില്ല എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ മക്കളെ? ആര്യ പറയുന്നുണ്ട് ഈസി ആയിരിക്കും. തീർച്ചയായിട്ടും മക്കളെ, ഫിസിക്സ് എക്സാം വളരെ എളുപ്പമായിരിക്കും, ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട, എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും കേട്ടോ. യെസ്, നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത ആ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയാസ് എന്നൊക്കെ തന്നെ ചോദിക്കാൻ എന്താ പറയുക ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ഏരിയാസ് വൃത്തിയായി പഠിച്ചു പോയാൽ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ. ഡോണ്ട് വറി. ഓക്കെ, യെസ് 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 യെസ്. അപ്പോൾ നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ മാതിരി നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. നല്ല രീതിയിലേക്ക് എക്സാം നടക്കട്ടെ, അടിച്ചു പൊളിച്ച് എക്സാം എഴുതാൻ പറ്റട്ടെ അല്ലേ. റെഡി? അപ്പോൾ നമുക്ക് എന്നാലും പതുക്കെ പിന്നെ ഇതിലേക്ക് കയറാം. നിങ്ങൾ വേഗം നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോൻ്റെ പുറത്ത് തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുക. കാരണം എല്ലാവരിലേക്കും എത്തട്ടെ. ബിക്കോസ് ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഇപ്പം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വരെ വളരെ വൃത്തിയായി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു എന്താ പറയുക ക്വസ്റ്റ്യനിലൂടെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഗ്രാവിറ്റേഷൻ മുതൽ അങ്ങോട്ടേക്കാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗ്രാവിറ്റേഷൻ മുതൽ അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് നല്ല അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യണം, ഇന്ന് കവർ ചെയ്യണം. മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം. ബാക്കി വലതും വരുന്നുണ്ടെങ്കിൽ ആ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്ത് പോകണം. ഓക്കെ, സോ യെസ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോടാ. കാര്യത്തിലേക്ക് കിടക്കാം. ഒരു 2 മിനിറ്റ് സമയം കൂടെ തരാം. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. കാരണം ഇപ്പോൾ പ്രെയർ ടൈം ആയതുകൊണ്ട്, ഞാൻ ഇപ്പോൾ പ്രെയർ ജസ്റ്റ് കഴിഞ്ഞ് കയറിയിട്ടേ ഉള്ളൂ. അപ്പം പ്രെയർ ടൈം ആയതുകൊണ്ട് കുറേ കുട്ടികൾ മീൻസ് അത് കാത്തിരിക്കുന്ന മക്കളുണ്ടാവും. ഓക്കെ, നല്ലത്. സോ ഇതിൽ പറയുന്നത് മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ? ഇതിൽ പറയുന്നത് മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ ചോദിച്ചാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, മീൻസ് മേ ബി ചിലപ്പം കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഉള്ളത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് മീൻസ് മൊത്തം പോർഷൻസ് ഒന്ന് കവർ ചെയ്യണം. അതിൻ്റെ കൂടെ ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം. കാരണം ഇവിടുന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ചോദിക്കുന്ന ഏരിയാസിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 100% ഷുവറാണ്. ഫുൾ മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതെന്തു സംഭവിക്കാം. നമ്മൾ വെറുതെ ഇപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒരു ഓഫർ തന്നിട്ട് നിങ്ങളത് മാത്രം പഠിച്ചോളി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് വെറുതെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളെ കരിയറിനെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇത് മാത്രം പഠിച്ചിട്ടൊന്നും കാര്യമല്ല. പഠിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പഠിക്കാണ്ട്, ഒരുപാട് പഠിക്കാണ്ട്, ഒരു കടൽ പോലെ നിങ്ങൾക്ക് പഠിക്കാണ്ട്, പഠിക്കാൻ വേണ്ടി തുഞ്ഞിറങ്ങി കഴിഞ്ഞാൽ അത്രയ്ക്ക് പഠിക്കാണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏകദേശം ചോദിക്കുന്ന ഏരിയാസിൽ ആ ഒരു ലെവൽ വെച്ച് അപ്പം എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുക. ബിക്കോസ് നമുക്കറിയാം ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് അത്രേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾക്ക് പിന്നെ പണ്ട് മുതലേ എക്സാംസ് നടന്നൊരു ഓർമ്മ ഉണ്ട്. ആ ഓർമ്മ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഏതൊക്കെ പോർഷൻസ് ആണ് ചോദിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരും. അത് വെച്ചുള്ള ക്ലാസ്സും ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. റെഡി? ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിലേക്ക് കടന്നാലോ, ചാപ്റ്ററിലേക്ക് കടന്നാൽ എല്ലാവരും ഒന്ന് ഫയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യാം. യെസ്, വേഗം 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 വേഗം. കമോൺ 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 കമോൺ. Yes.
എല്ലാവരും ഒന്ന് കത്തിച്ചേ. നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് വേഗം ചാപ്റ്റേഴ്സ്, മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഇന്ന് കവർ ചെയ്യണം. യെസ്, ഓക്കെ ഓക്കെ. സ്റ്റോം ഷാഡോ ദാ കത്തിക്കാൻ തുടങ്ങിയാണ്. ചാറ്റ് ബോക്സ് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് വേഗം കത്തിച്ചേടാ, വേഗം വേഗം. Come on. ആരും കമന്റ് ചെയ്തില്ലല്ലോ. കത്തുന്നുണ്ട്. യെസ് 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 യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാലും പതുക്കെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, ചാപ്റ്ററിലേക്ക് കടക്കാം. സോ ഞാൻ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് മുതലുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ്. അതിന് ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു 3 to 4 മാർക്സ് ഈസി ആയിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മക്കൾ നന്നായി ശ്രദ്ധിക്കടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, എന്താ? സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ്സ് ആൻഡ് ലോ ഓഫ് പീരിയഡ്സ്. കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ്സ്. കെപ്ലറിന് മൊത്തം 3 ലോസ് ഉണ്ട്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ, കെപ്ലേഴ്സ് തേർഡ് ലോ. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കെപ്ലേഴ്സിന്റെ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ 3 ഉള്ളതിൽ അതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ്സും ലോ ഓഫ് പീരിയഡ്സും. മക്കളെ ശ്രദ്ധിക്കടാ, ഒന്നാമത്തെ ലോ ഓഫ് ഓർബിറ്റ്സ്, കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ആണ്. കെപ്ലേഴ്സ് ഏത് ലോ ആണ്? ഫസ്റ്റ് ലോ. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ആണത്. ഓക്കെ, അത് മറന്നു പോവരുത്. കാരണം മറ്റൊരു പേരിൽ ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കെപ്ലേഴ്സിന്റെ ഏത് ഫസ്റ്റ് ലോ. മറന്നു പോവരുത് മക്കളെ, ശ്രദ്ധിക്കുക. എന്താ കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ്സ് അല്ലെങ്കിൽ കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ എന്താണ്? എവറി പ്ലാനറ്റ് revolve around the sun in an elliptical orbit and sun will be at one of its foci. അതായത് ലിസൺ, എല്ലാ പ്ലാനറ്റും സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. എവറി പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആൻഡ് സൺ വിൽ ബി അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോക്കൈ. ഇതൊരു എലിപ്സ് ആണെങ്കിൽ 2 ഫോക്കസ് കാണും, 1, 2. ഈ 2 ഫോക്കസുകളിൽ ഒരു ഫോക്കസിൽ ആരുണ്ടാവുകയും ചെയ്യും? സൺ ഉണ്ടാവുകയും ചെയ്യും. ഇത് സൺ ആണ്, ഇത് പ്ലാനറ്റ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ ഏത് ലോ ഓഫ് ഓർബിറ്റ്സ്. എന്താണ്? എവറി പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറ്റ് വിച്ച് സൺ വിൽ ബി അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോക്കൈ അല്ലെങ്കിൽ ഫോക്കസ്. ഓക്കെ, നൗ ഇനി രണ്ടാമത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ എന്താ മക്കളെ? ലോ ഓഫ് പീരിയഡ്സ്. ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക്. ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക്. അത് ഏത് ലോ ആണ്? നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്തേ. ലോ ഓഫ് പീരിയഡ്സ് ഏത് ലോ ആണെന്നുള്ളത് ഒന്ന് വേഗം കമന്റ് ചെയ്ത് നോക്കട്ടെ. ലോ ഓഫ് പീരിയഡ്സ് ഏത് കമന്റ് ആണ്? പറ. ലോ ഓഫ് പീരിയഡ്സ് ഏത് 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 നോക്കട്ടെ. ലോ ഓഫ് പീരിയഡ്സ് കെപ്ലേഴ്സ് ഏത് ലോ? ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ? യെസ്, ഗുഡ്. ആര്യ അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ കെപ്ലേഴ്സ് തേർഡ് ലോ ആണ് കേട്ടോ. തേർഡ് ലോ, കെപ്ലേഴ്സ് തേർഡ് ലോ. എന്താ കെപ്ലേഴ്സ് തേർഡ് ലോയിൽ പറഞ്ഞ കാര്യം? കെപ്ലേഴ്സ് തേർഡ് ലോയിൽ പറഞ്ഞ കാര്യം ഇതാണ്. The time period of an planet in an elliptical orbit around the sun. ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റുമുള്ള ഒരു പ്ലാനറ്റിന്റെ റെവല്യൂഷൻ ഉണ്ടല്ലോ, അതിൽ ഈ പ്ലാനറ്റുകളുടെ ടൈം പീരീഡിന്റെ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ പറയാം, the square of time period of a planet around the sun is directly proportional to cube of semi-major axis of that elliptical orbit. എന്താ മക്കളെ പറയേണ്ടത്? എന്താണ്? The square of time period of revolution of a planet around the sun is directly proportional to cube of semi-major axis. എന്താ സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ നോക്ക്, ഇതാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ആ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൂടെയാണ് ആര് റിവോൾവ് ചെയ്യുന്നത്? പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇത് 2 ആക്സിസ് ഉണ്ടാകും. ഇതാണ് മേജർ ആക്സിസ്, ഇതാണ് മൈനർ ആക്സിസ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ?
സെമി മേജർ ആക്സിസ് ആണ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസിന്റെ പകുതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എ എന്ന് വിളിക്കുക. അപ്പോൾ ദ സ്ക്വയർ ഓഫ് time period of revolution of a planet around the sun is directly proportional to cube of semi major axis. ഇതാണ് law of periods എന്ന് പറയുന്നത്, കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് പറയുന്നത്. മക്കളെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം. ഇനി എന്താണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ചോദിക്കുകയാണെങ്കിൽ എന്താ? കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ okay, the radius vector drawn from sun to the planet sweeps out equal areas in equal intervals of time. അതാണ് എന്ത്? സെക്കൻഡ് ലോ. അത് നമുക്ക് ഇങ്ങനെയും പറയാറുണ്ട്, സിമ്പിൾ ആയിട്ട് ഇങ്ങനെയും പറയാം. The aerial velocity of a planet around the sun is a constant എന്നും പറയാറുണ്ട്. Right? Yes, yes, yes. മക്കളെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാകണോ? വേഗം പറഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ചാടണം. ഇതെല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ വേഗം എന്ത് ചെയ്യുക? ഒരു ലൈക്ക് അടിക്കാം. യെസ്, കം ഓൺ, കം ഫാസ്റ്റ്, വേഗം 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 ലൈക്ക് അടിക്കുക. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സമാധാനപരമായി നമുക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഓക്കെ ആണോ? വേഗം നോക്ക്. Yes. Okay. Good. Next question. The minimum speed with which an object is projected such that it permanently escapes from gravitational field of Earth is called escape speed. അപ്പോൾ escape speedന്റെ definition ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തോട്ടെ. Question number 1. Obtain an expression for escape speed from Earth. മക്കളെ 3 മാർക്സിനാണ് ക്വസ്റ്റ്യൻ. എന്താ കാണേണ്ടത്? ആ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യണം അല്ലേ? ഓക്കെ, ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ എങ്ങനെ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി കാണാം എന്നുള്ള കാര്യം ഞാൻ പറയാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി ഫൈൻഡ് ചെയ്യുന്ന കാര്യം. സോ മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നോക്കടാ, ഇത് എർത്ത് ആണ്. ഇതെന്താ? ലിസൺ, ഞാൻ ഇവിടെ എർത്ത് കാണിക്കുകയാണ്. ഇത് എർത്ത് ആണ്. ഓക്കെ, ഇത് എർത്തിന്റെ സർഫസ് ആണ്. ഇത് എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ആ ബോഡിയെ ഞാൻ എറിഞ്ഞ് എവിടെ എത്തിക്കാൻ പോവാ അറിയോ? ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കാൻ പോവാണ്. എവിടേക്ക് എത്തിക്കാൻ പോവാണ്? ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കാൻ പോവാം. ഓക്കെ, സോ ഇത് എർത്ത്. എർത്തിന്റെ മാസ് നമുക്ക് ക്യാപിറ്റൽ എം ആക്കി എടുക്കാം. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആക്കിയിട്ടും എടുക്കാം. അങ്ങനെ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഞാൻ ആരെത്തിക്കാൻ പോവാണ്? ഈ ഒരു ബോഡിയെ എറിഞ്ഞെത്തിക്കാൻ പോവാണ്. എറിയുന്ന ബോഡിയുടെ മാസ് നമുക്ക് സ്മോൾ എം ആക്കി എടുക്കാം. സോ ലിസൺ, ഞാൻ ഇവിടുന്ന് ഒരു വെലോസിറ്റിയിൽ ആ ബോഡിയെ മുകളിലേക്ക് എറിയുന്നു. ആ വെലോസിറ്റി ഞാൻ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കും. എപ്പം? ആ വെലോസിറ്റിയെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കണമെങ്കിൽ ഈ ബോഡി എവിടേക്ക് എത്തണം? ഇൻഫിനിറ്റിയിലേക്ക് എത്തണം. ഇൻഫിനിറ്റിന്റെ പ്രത്യേകത എന്താ? അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യൂല. എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ നമ്മുടെ ഈ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ പരിധി വിട്ട് പുറത്തെത്തണം ആര്? ഈ ബോഡിയെ. അതിന് നിങ്ങൾ ഇവിടുന്ന് എറിയേണ്ട മിനിമം വെലോസിറ്റി ആണെന്ത്? എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ ഞാൻ ഇവിടുന്ന് എറിഞ്ഞ വെലോസിറ്റി എന്താ? VE എന്ന വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിഞ്ഞാൽ ഈ ബോഡിക്ക് ഇവിടുന്ന് ഇൻഫിനിറ്റി വരെ എത്താനുള്ള എന്തുണ്ടായിരിക്കണം? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കണം. നൗ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി? ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും ഏതൊരു ബോഡിയുടെയും. ഓക്കെ, നൗ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ നോക്കാം നമുക്ക്. സോ ബോഡി ഇവിടുന്ന് ഇവിടേക്കാണ് എറിയുന്നത്. അപ്പൊ എന്തായിരിക്കും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി? എന്തായിരിക്കും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ? അപ്പൊ ഇവിടുന്ന് ഒരു ബോഡി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എറിയുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്തുണ്ടാകും? ഒരു ചേഞ്ച് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ ചേഞ്ച് എന്തിന് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നൗ ലിസൺ, ഇവിടുന്ന് ഞാൻ ഒരു ബോഡിയെ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പോയി ഇൻഫിനിറ്റി എത്തുമ്പോൾ ജസ്റ്റ് അങ്ങ് നിന്നോട്ടെ, ഞാൻ തിരിച്ച് താഴേക്ക് വരില്ല. അപ്പം ഇതിന്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. നൗ ലിസൺ മക്കളെ ശ്രദ്ധിക്കണം. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? വാട്ട് ഈസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ഇവിടുത്തെ എന്താ മക്കളെ? 0 മൈനസ്. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ? അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് ക്യാപിറ്റൽ G ഇൻറ്റു പ്ലാനറ്റിന്റെ മാസ് ഇൻറ്റു ബോഡിയുടെ മാസ് ഡിവൈഡ് ബൈ
ഈ പ്ലാനറ്റിന്റെ സെന്ററിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്കുള്ള അകലം അതുപോലെ റേഡിയസ് ആ വരിക, റേഡിയസ് ഓഫ് പ്ലാനറ്റ് ആ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടുന്ന് എറിയുമ്പോൾ ഹാഫ് എം ഇൻറ്റു വി ഇ സ്ക്വയർ ആ, ഇവിടെ എത്തുമ്പോൾ 0. അപ്പൊ ചേഞ്ച് മക്കളെ എന്താ വരിക? ചേഞ്ച് നമുക്ക് ഇങ്ങനെ എടുക്കാം, എന്താ ഹാഫ് എം വി ഇ സ്ക്വയർ ആണ് എന്ത് വരിക? കൈനറ്റിക് എനർജിയിലുള്ള മാറ്റം വരിക, റൈറ്റ്? ഓക്കെ, സോ ഇവിടുന്ന് ജി എം എം ബൈ ആർ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ഇ സ്ക്വയർ എന്ന് എഴുതാം. ഈ എമ്മും ക്യാൻസൽ, ഈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ വരിക? 2gm by r is equal to escape velocity in the square. So from here നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് എന്ത് എഴുതാം? Escape velocity is equal to root of 2gm by r എന്ന് എഴുതാം. ഓക്കെ, ഇത് ഒരു സിമ്പിൾ മെത്തേഡ് ആണ്, ഏറ്റവും സിമ്പിൾ ഇന്റഗ്രേഷൻ മെത്തേഡിലേക്ക് പോവാതെയുള്ള ഒരു മെത്തേഡ്, ഏറ്റവും സിമ്പിൾ മെത്തേഡ് ആട്ടോ. യെസ്, now listen, from here നമുക്ക് ഇങ്ങനെ എഴുതാം. Escape velocity is equal to root of 2 into ഈ gm, എടാ സ്മോൾ g is equal to gm by r square എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി അല്ലേ? ഇവിടുന്ന് ക്യാപിറ്റൽ gm എന്താ? ക്യാപിറ്റൽ gm is equal to സ്മോൾ g r square നമുക്കറിയാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്മോൾ g r square by r എന്ന് വരും. ഒരു r കട്ട് ആവുമ്പോൾ റൂട്ട് ഓഫ് 2gr എന്നും വരും. സോ ഇത് രണ്ടും എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷനാ. നിങ്ങൾ ഇത്ര വരെ എത്തിച്ചാൽ മതി, എന്നാ നിങ്ങൾ മാർക്കാം. ഓക്കെ, സോ ഡെറിവേഷൻ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഷോ ദാറ്റ് എസ്കേപ്പ് സ്പീഡ് ഈസ് √2 ടൈംസ് ഓർബിറ്റൽ സ്പീഡ് എന്നുള്ള ആ ഒരു സംഭവം നിങ്ങളോട് എന്ത് ചെയ്യണം? ഷോ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ലിസൺ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ, നമുക്ക് ഷോ ചെയ്യാം കേട്ടോ. എന്തായാലും പറഞ്ഞെന്താണ് പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഷോ ചെയ്യുക. എന്താ നിങ്ങൾ ഷോ ചെയ്യേണ്ട അറിയോ? ഇതാണ് ബി ക്വസ്റ്റ്യൻ. എന്താണ്? അതായത് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2 ടൈംസ് ഓർബിറ്റൽ സ്പീഡ് ആണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നൗ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ സ്പീഡ്? ഓർബിറ്റൽ സ്പീഡ് ഈസ് ഈക്വൽ ടു √gr എന്ന ഇക്വേഷൻ ഉണ്ട്. ശരിക്കും ഇത് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി ആണെങ്കിൽ ട്ടോ. ഓക്കെ, നൗ ലിസൺ, വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി? ഇവിടെ കണ്ടു നമ്മൾ റൂട്ട് ഓഫ് 2gr എന്നുള്ളത് കണ്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 into √gr എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 into വാട്ട് ഈസ് √gr? ഓർബിറ്റൽ വെലോസിറ്റി ആണ്. സോ മക്കളെ എന്താ വരിക? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ടൈംസ് എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി. ഇത്ര എഴുതിയ ഒരു മാർക്കാ. It's very simple. It's very simple question. And the next question is write one difference between geostationary and polar satellites. Geostationary satellite-ഉം polar satellite-ഉം തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാം മക്കളെ. Geostationary satellite-ന്റെ പ്രത്യേകത, it will be in a state of rest with respect to earth. എർത്തുമായിട്ട് റെസ്പെക്ട് ചെയ്യുമ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്തായിരിക്കും? റെസ്റ്റിലായിരിക്കും. എന്നാൽ പോളാർ സാറ്റലൈറ്റ് എന്തിലല്ല? റെസ്റ്റിലല്ല, വിത്ത് റെസ്പെക്ട് ടു എർത്ത്. അപ്പൊ എർത്തുമായി റെസ്പെക്ട് ചെയ്യുമ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റെസ്റ്റിലായിരിക്കും, പോളാർ സാറ്റലൈറ്റ്സ് എന്തിലായിരിക്കില്ല? റെസ്റ്റിലായിരിക്കില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇനി അതല്ലെങ്കിൽ the orbit of geostationary satellite will be in equatorial plane. Okay, equatorial plane-ലാണ് എന്തുണ്ടാവുക? geostationary satellites-ന്റെ എന്തുണ്ടാവുക? ഓർബിറ്റ് ഉണ്ടാവുക. എന്നാൽ പോളാർ സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റ് ഉണ്ടാവുക, the orbit of polar satellite will be in a plane which is perpendicular to എന്താണ്? ഇക്വറ്റോറിയൽ പ്ലെയിൻ ആണ്. അപ്പൊ ഇക്വറ്റോറിയൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലാണ് ആരുണ്ടാവുക? പോളാർ സാറ്റലൈറ്റ്സിന്റെ എന്തുണ്ടാവുക? പ്ലെയിൻ ഉണ്ടാവുക. പക്ഷെ ഒറ്റൊന്നേ ചോദിച്ചുള്ളൂ, ഏതെങ്കിലും ഒരു ഡിഫറൻസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഏത്? സി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ് എർത്തിന്റെ സർഫസിന് ഏറ്റവും ഹൈറ്റിൽ ഉണ്ടാവല് പോളാർ സാറ്റലൈറ്റിനേക്കാളും, റൈറ്റ്? ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ഡിഫറൻസ് ആയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഫറൻസ് എഴുതിയാൽ മതി. ഓക്കെ, ഒറ്റ ഡിഫറൻസ് എഴുതിയാൽ മതി. ഒന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട മാർക്ക് കൃത്യമായിട്ട് കിട്ടും. റെഡി? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കുക. എന്താ? escape speed of an object from the earth is 11.2 km per second. എർത്തിലുള്ള എന്തറിയാം? എസ്കേപ്പ് സ്പീഡ് എത്രയെന്നുള്ളത് നമുക്കറിയാം. നൗ ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ എസ്കേപ്പ് സ്പീഡ് എന്താന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക. എന്താ? ഇറ്റ് ഈസ് ദ മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് at which the object will move എന്താണ്?
ഔട്ട് ഓഫ് ദി ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓഫ് ദി പ്ലാനറ്റ്. ഒരു പ്ലാനറ്റിൽ നിന്നും ഒരു ബോഡിയെ എറിയുന്ന മിനിമം വെലോസിറ്റി ആണ് എന്താ കണ്ടീഷന്? ആ മിനിമം വെലോസിറ്റിയിൽ ബോഡി എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി എന്ത് ചെയ്യണം? ആ പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നിന്നും എന്ത് ചെയ്യണം? പുറത്തു പോകണം. അങ്ങനെ പുറത്തെത്തിക്കുന്ന മിനിമം വെലോസിറ്റി വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? യെസ്, escape speed of an object. So it is the minimum velocity with which an object is projected from a planet at which the body will move away, body will move out of the gravitational field of that planet in the area madi. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വേർഡിങ്സിലാക്കി എഴുതിയാൽ മതി. എന്ത്? എസ്കേപ്പ് സ്പീഡ്. ഓക്കെ, അതൊരു മിനിമം വെലോസിറ്റി ആണ്, മാക്സിമം അല്ല, ഇതൊരു മിനിമം വെലോസിറ്റി ആണ്. ആ വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? ആ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിത്ത് എന്ത് ചെയ്യണം? പുറത്തു പോകണം കേട്ടോ. യെസ് 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 യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ എസ്കേപ്പ് സ്പീഡ് ഈസ് റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മക്കളൊന്ന് ഇതിൽ കമന്റ് ചെയ്യണം. എന്താണ്? ഹൗ എസ്കേപ്പ് സ്പീഡ് ഈസ് റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ മാസും അതിന്റെ എസ്കേപ്പ് സ്പീഡും തമ്മിലുള്ള ബന്ധം വേഗം പറ. യെസ് യെസ് യെസ്, പെട്ടെന്ന് പറ. ഒരു ബോഡിയുടെ എസ്കേപ്പ് സ്പീഡും അതുപോലെ അതിന്റെ മാസും തമ്മിലുള്ള ബന്ധം ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ? വേഗം കമന്റ് പെട്ടെന്ന്. ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. നോ ഐഡിയ. മാസ് കൂടുമ്പോൾ എസ്കേപ്പ് വെലോസിറ്റി കൂടുമോ? മാസ് കൂടുമ്പോൾ എസ്കേപ്പ് വെലോസിറ്റി കുറയോ? പെട്ടെന്ന് കമന്റ് ചെയ്യും. മാസും എസ്കേപ്പ് വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, ഇത് എഴുതി, പിന്നെ ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. റൊണാൾഡ് സി ബി നോ എന്ന് പറയുന്നുണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, കുഴപ്പമില്ല. സോ ഞാൻ പറയാം മക്കളെ, നമ്മൾ എറിയുന്ന ബോഡിയുടെ മാസ് എസ്കേപ്പ് വെലോസിറ്റിയെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം എസ്കേപ്പ് വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ റൂട്ട് ഓഫ് 2gm/r ആണ്. റൂട്ട് ഓഫ് 2gm/r ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിലുള്ളത് ഒന്ന് ക്യാപിറ്റൽ ജി. ക്യാപിറ്റൽ ജി ഈസ് എ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. പിന്നെയുള്ള ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിന്റെ മാസ്. ഏത് പ്ലാനറ്റ് എന്നാണോ എറിയുന്നത് അതിന്റെ മാസാണ്. പിന്നെ ആ പ്ലാനറ്റിന്റെ റേഡിയസ് ആണ് r. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എറിയുന്ന ബോഡിയുടെ മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? എസ്കേപ്പ് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ചെറിയ കല്ല് എറിയാണെങ്കിലും ഒരു വലിയ കല്ല് എറിയാണെങ്കിലും അത് സെയിം വെലോസിറ്റിയിൽ നിങ്ങൾ എറിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ? അത് പുറത്തു പോവുള്ളൂ. എന്ന് പറഞ്ഞാൽ എറിയുന്ന ബോഡിയുടെ മാസിന് ഇൻഡിപെൻഡന്റ് ആണ് എസ്കേപ്പ് വെലോസിറ്റി. സോ ഹൗ എസ്കേപ്പ് സ്പീഡ് റിലേറ്റഡ് ടു മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്? ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ത്രോൺ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇൻഡിപെൻഡന്റ് ആണ് കേട്ടോ മാസുമായിട്ട്. സിമ്പിൾ 2 മാർക്കാണ്. ഓരോന്നിനും ഓരോ മാർക്സ് വളരെ സിമ്പിൾ ആയി എടുക്കാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ലിസൺ. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. ഓക്കെ, ഈ തന്നതിൽ കറക്റ്റ് ആൾട്ടർനേറ്റീവ് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യണം. സോ ലിസൺ, ഒന്നാമത്തെ നമുക്ക് വായിച്ചു നോക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് മീൻസ് സ്മോൾ g വാല്യൂ, increases or decreases with increasing altitude. ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് കൂടുന്തോറും g വാല്യൂ ഒരു സംശയവുമില്ല എന്ത് ചെയ്യും? decreases with increasing altitude. It's very simple. Okay, yes. Next, acceleration due to gravity increases അല്ലെങ്കിൽ decreases with increasing depth. താഴേക്ക് ഭൂമിന്റെ അടിയിലേക്ക് കുഴിച്ചു പോകും തോറും g വാല്യൂ കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? കുറയാണ് ചെയ്യുക. So that is also decreases. Okay അല്ലേ? Yes. Next, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ പിന്നത് statement, the total energy of an orbiting satellite is negative of its kinetic or potential energy. ഒരു ഓർബിറ്റിംഗ് സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അത് കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആണോ
പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവ് ആണോ? അപ്പൊ നമുക്ക് ആദ്യം ആ എനർജി ഒക്കെ ഏതാണെന്ന് ഓർത്ത് നോക്കാം. സോ ലിസൺ, ഒരു ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഉണ്ട്, അതിന്റെ കൈനറ്റിക് എനർജി എന്താണ്, പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ടോട്ടൽ എനർജി എന്താ? മക്കളെ ഇവിടെ നോക്ക്, ഒരു ഓർബിറ്റിംഗ് സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി -g into capital M into small m divided by small r. ഇതാണ് ഒരു റിവോൾവിംഗ് സാറ്റലൈറ്റിന്റെ എന്ത് പൊട്ടൻഷ്യൽ എനർജി. നൗ കൈനറ്റിക് എനർജി ആണെങ്കിൽ G into m divided by 2r. ഇതാണ് എന്ത് അതിന്റെ കൈനറ്റിക് എനർജി. ഈ ടോട്ടൽ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് -g into m by 2r. ഇതാണ് ടോട്ടൽ എനർജി. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആണ്, ഏതല്ല? പൊട്ടൻഷ്യൽ എനർജി അല്ല. ഇസ് ഇറ്റ് ക്ലിയർ? റെഡി? അതിന് ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ അറിയുന്നവർക്ക് മാത്രമേ ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മക്കൾ ഓർത്തു വെച്ചോ, ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റ് ചുറ്റും റിവോൾവ് ചെയ്യാണ്. ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആണ്. കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു കാര്യം മക്കൾ ഓർത്തു വെച്ചോ. അതാണ് ഇവിടുന്ന് പറഞ്ഞ കാര്യം. റെഡി? യെസ്. നെക്സ്റ്റ്, അപ്പൊ ഈ ഇക്വേഷൻ നിർബന്ധമാണ്. ഇത് വെച്ച് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കാൻ പറ്റൂ ട്ടോ. ഇതും പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് the polar satellite go around the earth in a north south direction or east west direction. സാറ്റലൈറ്റ് പോളാർ സാറ്റലൈറ്റ് ആണ്. പോളാർ സാറ്റലൈറ്റ് ആകുമ്പോൾ മക്കളെ ഏതാണ്? യെസ്, വെരി ഗുഡ്. ആരോ കമന്റ് ചെയ്തു? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? അതെന്ത് ചെയ്യുക? റിവോൾവ് ചെയ്യുക. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണെങ്കിൽ വെസ്റ്റ് ഈസ്റ്റ് ആണ് എന്ത് ചെയ്യുക? ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? റിവോൾവ് ചെയ്യുക കേട്ടോ. യെസ്. നെക്സ്റ്റ്, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് ടൈം പീരീഡ്സ്. എടാ, അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലോ ഓഫ് പീരീഡ്സ്, കെപ്ലേഴ്സ് തേർഡ് ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അതിലേക്ക് ഇനി വരില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കണ്ടതിൽ വെച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്ന് മക്കളെ ഏതാണ്? കെപ്ലേഴ്സിന്റെ ലോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, എസ്കേപ്പ് വെലോസിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഓർബിറ്റൽ സ്പീഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റൈറ്റ്? ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റ്സ് ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചെറിയ ഒരു മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. റെഡി അല്ലേ? നൗ ഇനി നമുക്ക് അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ലോണം ശ്രദ്ധിക്കുക. Derive an expression for the variation of g with height above the surface of earth. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കടാ. ഇതിന്റെ ആൻസർ ഞാൻ പറയാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എടാ, ഇവിടെ നോക്ക്, ഒരു എർത്ത് ആണിത്, പ്ലാനറ്റ് എർത്ത് ആണ്. ഈ എർത്തിന്റെ സർഫസിൽ ഞാൻ ഒരു ബോഡി വെച്ചു. അങ്ങനെ ബോഡി വെച്ചാൽ അയാളുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് G m divided by r square ആണ്. Okay, where r is the radius of this planet or earth. Now ഈ ബോഡിയെ ഞാൻ ഇവിടെ വെക്കുക. ഇവിടെ എർത്തിന്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ആ ബോഡിയുടെ ഇവിടെ ആക്സിലറേഷൻ g ആണെങ്കിൽ ഇവിടെ എന്താ? g ഡാഷ് ആയിരിക്കും. മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? ഈ ആറിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നത് കൊണ്ട് g വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സോ വാട്ട് ഈസ് g അറ്റ് ദാറ്റ് പോയിന്റ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ്? എന്താ വരിക? g ഡാഷ് ഇസ് ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ എന്ന് വരും. ഇറ്റ്സ് വെരി സിമ്പിൾ. നൗ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. പുട്ട് ദിസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. എന്നിട്ടോ 2/1 ചെയ്യുക. 2/1 ചെയ്യുമ്പോൾ എന്താ മക്കളെ കിട്ടുക? g dash by g is equal to gm by r plus h whole square by gm by r square എന്ന് കിട്ടും. gm ഉം ക്യാൻസൽ ഔട്ട് ആകും. ഈ r സ്ക്വയർ മുകളിലേക്ക് കയറും. അപ്പൊ എന്താ മക്കളെ വരിക? പറ. g dash by g is equal to r square by r plus h whole square എന്ന് വരും. that is equal to r square divided by ഇതെന്താ? ഇത് താഴെ r square plus
2RH plus h square എന്ന് വരും. Now listen മക്കളെ, ഇതൊരു ചെറിയൊരു പരിപാടി ഇതാ. നോക്കിയേ, that is equal to r square by ഇവിടുന്ന് ഞാൻ r സ്ക്വയറിനെ പുറത്തേക്ക് എടുത്താൽ എന്താ വരിക? ഇവിടുന്ന് മൊത്തത്തിൽ r സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുക, എന്താ വരിക? r സ്ക്വയർ ഇവിടുന്ന് പോയാൽ അത് 1 ആയി, 1 സ്ക്വയർ എഴുതിക്കോ, പ്ലസ് 2RH ഇവിടുന്ന് r സ്ക്വയർ പുറത്തേക്ക് എടുക്കണം, ഒരു r പോവും, പിന്നെ ഒരു r ബാക്കിയുണ്ട്, അപ്പൊ എന്താ വരിക? അപ്പൊ 2h by r എന്ന് വരും, പ്ലസ് ഇവിടുന്ന് r സ്ക്വയറിനെ പുറത്തേക്ക് എടുത്താലോ h സ്ക്വയർ ബൈ r സ്ക്വയർ എന്നും വരും. അപ്പൊ ഈ r സ്ക്വയറും ഈ r സ്ക്വയറും ക്യാൻസൽ ഔട്ട് ആവും. That is equal to നമുക്ക് ഇങ്ങനെ എഴുതാം, 1 by 1 സ്ക്വയർ പ്ലസ് അടുത്ത ടേമിനെ 2 into 1 into h by r എന്ന് എഴുതാം, പ്ലസ് അടുത്ത ടേമിനെ h by r the whole square എന്നും എഴുതാം. That is equal to 1 by ഇത് a square plus 2ab plus b square എന്നുള്ള ഫോം എന്താ? a plus b whole square, a plus b whole square എന്ന ഫോമാറ്റിൽ വന്നു. Now listen മക്കളെ, ഇതെന്താ സംഭവം? എന്താ? g dash by g. So g dash by g is equal to 1 plus h by r whole raised to minus 2 because ഈ ടേം മുകളിലേക്ക് വരുമ്പോൾ എന്താവും? raised to minus 2 വരും. So g dash by g is equal to കിട്ടും. ഈ റിലേഷനിലേക്ക് എത്തിച്ചേർന്നാൽ മതി. ഓക്കെ, പിന്നെ ഒരു സ്പെഷ്യൽ കേസ് ആയി ഇങ്ങനെയും പറയാം, if h is very very less than r, then by binomial expansion we can write as g dash by g is equal to 1 minus 2h by r എന്ന് വരും, 1 minus 2h by r by binomial expansion. ഇത്രയും നല്ല വൃത്തിക്ക് വെടിപ്പായിട്ട് എഴുതുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നമ്മുടെ കയ്യിലേക്ക് പോകുന്നു വൃത്തിയിൽ. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇത്രയും സംഭവം നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ഇത് ഞാൻ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. റെഡി? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. അപ്പോ ലിസൺ, വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഷേപ്പ്, വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ആൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ്, വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഡെപ്ത്, വെരി ഇമ്പോർട്ടന്റ് ഏരിയ, റൈറ്റ്? ഓക്കെ, നൗ ലിസൺ, ഇനി ശ്രദ്ധിക്കടാ. Kepler formulated 3 laws of planetary motion. നമുക്കറിയാം, സ്റ്റേറ്റ് ദ കെപ്ലേഴ്സ് ലോ ഓഫ് പീരിയഡ്സ്. മൂന്നാമത്തെ പ്രാവശ്യം അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നത്. നമ്മൾ പറഞ്ഞു തേർഡ് ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ്, a certain year is 29.5 times the earth year. മക്കളെ, എന്താ ഒരു ഇയർ? എർത്തിന്റെ ഒരു നമ്മൾ 1 ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് സണ്ണിന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ 1 ഇയർ എന്ന് വിളിക്കുക. അപ്പം എർത്തിന്റെ ടൈം പീരീഡ് അറൌണ്ട് സൺ ആണ് എന്ത്? 1 ഇയർ. അപ്പൊ ഒരു കാര്യം പറയാം, ടൈം പീരീഡ് ഓഫ് എർത്ത് ഈസ് 1 ഇയർ. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം, നന്നായി ശ്രദ്ധിക്കുക കേട്ടോ, ബി ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ പറഞ്ഞ അറിയോ? സാറ്റേൺ ഇയർ എന്ന് പറഞ്ഞാൽ 29.5 ടൈംസ് ദ എർത്ത് ഇയർ ആ. അപ്പൊ സാറ്റേൺ എന്ന പ്ലാനറ്റിന്റെ എന്ത് പറയാ? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സാറ്റേൺ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? സാറ്റേൺ ഒരു പ്രാവശ്യം കറങ്ങാൻ ആർക്ക് ചുറ്റും? സണ്ണിന് ചുറ്റും നടക്കുന്ന സമയമാണ്. അപ്പൊ സാറ്റേൺ ഇയർ എന്ന് പറഞ്ഞാൽ അത്ര 29.5 ടൈംസ് എർത്ത് ഇയർ ആ. അപ്പൊ ലിസൺ, അപ്പൊ 29.5 ടൈംസ് എർത്ത് ഇയർ എന്ന് പറഞ്ഞാൽ അത്ര 29.5 ടൈംസ് 1 ഇയർ. എത്ര ഉണ്ടാവുക? 29.5 ഇയർ എന്നുണ്ടാവും. അപ്പൊ 29.5 ഇയേഴ്സ് ആണ് സാറ്റേണിന്റെ എന്ത്? ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, ഇനി അടുത്ത്, ഹൗ ഫാർ ഈസ് ദ സാറ്റേൺ ഫ്രം ദ സൺ ഇഫ് ദ എർത്ത് ഈസ് 1.5 10⁹ കിലോമീറ്റർ അവേ ഫ്രം ദ സൺ. ഓക്കെ, എർത്ത് എവിടെയാണ്? സണ്ണിൽ നിന്നും. എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള അകലം 1.5 10⁹ കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ, ഓക്കെ, സണ്ണിൽ നിന്ന് സാറ്റേണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അവർ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ, സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ, എർത്ത് റിവോൾവ് ചെയ്യുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഇല്ലേ, ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ സെമി മേജർ ആക്സിസ് ആണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കുക? സണ്ണും എർത്തും തമ്മിലുള്ള എന്ത്? ആവറേജ് ഡിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കുക, റൈറ്റ്? ഓക്കെ, സോ മക്കളെ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് കെപ്ലേഴ്സ് ലോ ഓഫ് പീരിയഡ്സ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം താഴെയുള്ളതെന്ന്. ഓക്കെ, സോ എന്തായാലും നമുക്കറിയാം ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു എ ക്യൂബ് ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? ടി എർത്തിന്റെ അല്ലെങ്കിൽ സാറ്റേണിന്റെ ടൈം പീരീഡിന്റെ സ്ക്വയർ ബൈ എർത്തിന്റെ ടൈം പീരീഡിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു സാറ്റേണിന്റെ സെമി മേജർ ആക്സിസിന്റെ ക്യൂബ് ബൈ
എർത്തിന്റെ സെമി മേജർ ആക്സിസിന്റെ എന്ത് ക്യൂബ് എന്ന് എഴുതാം. സോ ഇനി വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ആദ്യം എഴുതിയാലോ, നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താം. എന്താ എ എസ് ക്യൂബ് ഇസ് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത് എന്ത് ടി എസ് ബൈ ടി ഇൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു എ ഇൻ്റെ ക്യൂബ് ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശരിക്കും നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കൊടുത്ത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിൾ ആണ്. നൗ വാട്ട് ഈസ് ടി എസ്, ഇത് കൊടുക്കുക, എത്ര 29.5 ഇയേഴ്സ്. അപ്പൊ എന്താ 29.5 ഇയേഴ്സ്, അതിന്റെ ക്യൂബ് ഉണ്ടാവും. താഴെ എന്താ ഉണ്ടാവുക 1 ക്യൂബ് എന്നാ ഉണ്ടാവുക. ഓക്കെ, ഇൻറ്റു വാട്ട് ഈസ് എ ഇ, സോറി ക്യൂബ് അല്ല സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് എ ഇന്റെ വാല്യൂ ഇങ്ങ് തന്നിട്ടുണ്ട്, അത് എത്ര 1.5 ഇൻറ്റു 10⁻⁹. ഓക്കെ അല്ലേ, ഇത്രയും കിലോമീറ്റേഴ്സ്. ഓക്കെ, അതിന്റെ എന്ത് ഹോൾ ക്യൂബ് ഉണ്ടാകും, ഹോൾ ക്യൂബ് നമ്മൾ കൊടുത്തു. ഇനി ഇതങ്ങോട്ട് സോൾവ് ചെയ്യാം. ഇതങ്ങോട്ട് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എ എസിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, എ എസിന്റെ വാല്യൂ, അപ്പൊ ഇത് ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്ത് വെക്കുക. അതിന്റെ എന്തെടുക്കുക, ക്യൂബിക് റൂട്ട് ഓഫ് ആ കിട്ടിയ വാല്യൂ എടുക്കുക, എത്ര ഉണ്ടോ അത്രയും കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ വരിക. ഓൾ ഓഫ് യു ക്ലിയർ? വേഗം കമന്റ് ചെയ്തേ. എല്ലാവർക്കും ഈ ചെയ്ത പ്രോബ്ലം ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവരും. യെസ്, പെട്ടെന്ന് ഫാസ്റ്റ് വേഗം ചെയ്യണേ. യെസ്, വേഗം ചെയ്യണേ. ക്ലിയർ ആണ്? ചെയ്ത പ്രോബ്ലം എല്ലാവർക്കും ഓക്കെ ആണ്? ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് ഇത് കേട്ടോ. യെസ്, ഗുഡ്. Now listen, ഇനി മക്കളെ ശ്രദ്ധിക്കടാ. നെക്സ്റ്റ് കാര്യം, of which conservation law is the Kepler's second law of planetary motion a consequence? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Anybody can say on which conservation law is the Kepler's second law of planetary motion a consequence? എടാ Kepler's second law ഉണ്ട്. Kepler's second law എന്ന് പറയുന്നത് ശരിക്കും എന്താ മക്കളെ, ലോ ഓഫ് ഏരിയാസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിന്റെ പ്രൂഫില് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ ഇല്ല എനിക്ക് അറിയില്ല. അതിന്റെ പ്രൂഫില് ഒരു കൃത്യമായ ഒരു സംഭവം നമ്മൾ പറയുന്നുണ്ട്. യെസ്, ആര്യ പറഞ്ഞു. വെരി ഗുഡ് ആര്യ ഇതിന്റെ ആൻസർ പറഞ്ഞു. ഓക്കെ, ഓഫ് വിച്ച് കൺസർവേഷൻ ലോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ബിക്കോസ് അവിടെ ലിസൺ, dA/dt is equal to L/2m എന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എവിടെ? കെപ്ലർ സെക്കൻഡ് ലോന്റെ പ്രൂഫ് നിങ്ങൾ പറയുന്ന സമയത്ത് dA/dt that is aerial velocity is equal to L/2m എന്ന് കിട്ടുന്നുണ്ട്. അതിൽ ഈ dA/dt ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതാണ് ഡ്യൂട്ടി. അങ്ങനെ പ്രൂവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ നിങ്ങൾ പറയുന്നുണ്ട് 2m എന്തായാലും കോൺസ്റ്റന്റാ, മാസ് അല്ലേ, 2 × മാസ് കോൺസ്റ്റന്റാ. അപ്പോ ഇവിടെ L എന്ന് പറയുന്ന സാധനം എന്താ അറിയോ, ആംഗുലാർ മൊമെന്റം ആണ്. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് നമ്മൾ പറയുന്നുണ്ട്. കാരണം അവിടെ എന്താണ്, there is no net external torque on planet എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അത് എങ്ങനെ ടോർക്ക് 0 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ടോർക്ക് ഇല്ലാത്തത് കൊണ്ട് ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ അവിടെ ഏതാണ് സെക്കൻഡ് ലോയിൽ? അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ് ശരിക്കും കെപ്ലേഴ്സ് ലോന്റെ എന്ത്, അതിന്റെ കോൺസിക്വൻസിലാണ് കെപ്ലേഴ്സ് ലോ നമ്മൾ പറയുന്നത് കേട്ടോ. യെസ്. ഓക്കെ, യെസ്. അപ്പം ഈ ഒറ്റ പോയിന്റുകളിൽ എന്താണ് പഠിച്ചു വെക്കുക, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ശരിക്കും വാലിഡ് ആവുന്ന എന്തിന്റെ കാരണം കൊണ്ടാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് angular momentum. If there is no net external torque on a body, then the total angular momentum of a body will be conserved എന്ന ആ ഒരു കോൺസെപ്റ്റ് എന്നാണ് ശരിക്കും അത് വരുന്നത് കേട്ടോ. റെഡി അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഈ ഒരു പോയിന്റും കൂടി ഓർത്തു വെക്കുക. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സി ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത് കേട്ടോ. നല്ല കൺസെപ്ച്വൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്ക് ആൻസർ ചെയ്താൻ പറ്റണമെങ്കിൽ ആ ഒരു ഏരിയ വൃത്തിക്ക് മനസ്സിലാക്കിയ ഒരാൾക്ക് ഫസ്റ്റ് ടൈം ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. യെസ്, okay. Now listen, Earth satellites are objects which revolves around the Earth. Satellite enna just ഒന്ന് പറഞ്ഞു. Okay, question നോക്കാം. Time period of a geostationary satellite is. Time period of a geostationary satellite is. മക്കളെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
What is the time period of a geostationary satellite? Can anybody say? Yes, Shifu, Arya, answer പറഞ്ഞു 24 hours. എന്താ കാരണം? കാരണം ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ചാണ് ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റും എന്ത് ചെയ്യുക? കൂടെ കറങ്ങുക. അപ്പം ലിസൺ, എർത്ത് ഒരു പ്രാവശ്യം അതിന്റെ ആക്സിസിൽ എത്ര സമയം കൊണ്ടാണോ കറങ്ങുന്നത് അത്ര സമയം കൊണ്ട് എർത്തിന് ചുറ്റും ആര് റിവോൾവ് ചെയ്തിരിക്കും? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എർത്തിന്റെ ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം ഇറ്റ്സ് ഓൺ ആക്സിസിൽ, ആ സമയമാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ റെവല്യൂഷൻ എടുക്കുക. സോ ഒറ്റ സംശയവുമില്ല, ആൻസർ ഈസ് 24 hours. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. Derive an expression for the time period of a satellite. ഒരു സാറ്റലൈറ്റിന്റെ ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ മീൻസ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ, ഡിറൈവ് ചെയ്യാൻ. സോ ഇവിടെ നോക്കടാ, ഇത് ഒരു പ്ലാനറ്റിന്റെ മാസ് നമുക്ക് എന്താക്കി എടുക്കാം? പ്ലാനറ്റിന്റെ മാസ് നമുക്ക് ക്യാപിറ്റൽ എം ആക്കി എടുക്കാം. ഈ പ്ലാനറ്റിന്റെ സെന്ററിന് ലിസൺ, സെന്ററിന് സാറ്റലൈറ്റ് ദാ, ഇത് 6 റേഡിയസും പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് എന്നുള്ള ഹൈറ്റ് ആണ്. ഇവിടെയാണ് നമ്മുടെ ആരുള്ളത്? സാറ്റലൈറ്റ്. ഈ സാറ്റലൈറ്റ് ഈ എർത്തിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. അങ്ങനെ നമ്മൾ എന്ത് കാണാൻ പോവാണ്? അതിന്റെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. അതിന്റെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി T is equal to ഒരു ഇക്വേഷൻ ഉണ്ട്, 2πr. ഇതിന്റെ ഈ സാറ്റലൈറ്റ് കറങ്ങുന്ന ഈ ഡിസ്റ്റൻസ് 2π, ഈ റേഡിയസ് പറഞ്ഞാൽ അത്ര ഉണ്ടാവുക, ഈ കറങ്ങുന്ന ഓർബിറ്റൽ റേഡിയസ് ഉണ്ടാവുക r+h ഉണ്ടാവുക. 2πr+h ഡിവൈഡ് ബൈ ഈ ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന സ്പീഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയും, VO എന്ന് കൊടുക്കും. ഓക്കെ, നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π into r+h divided by what is orbital speed of a satellite which is revolving around the earth. എന്താ മക്കളെ orbital speed? Orbital speed ന്റെ equation VO is equal to root of gm by r+h. ഇതാണ് ഓർബിറ്റൽ സ്പീഡിന്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് എന്നുള്ള കോൺസെപ്റ്റ് എന്നാണ് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, നൗ ലിസൺ VOക്ക് ഞാൻ റൂട്ട് ഓഫ് gm by r+h കൊടുക്കാൻ പോവാണ്. റൂട്ട് ഓഫ് gm by r+h കൊടുക്കുമ്പോൾ മക്കളെ ഈ റൂട്ട് ഓഫ് r+h മുകളിൽ കയറും. അപ്പൊ എന്താ വരിക? 2πr+h into root of r+h മുകളിൽ കയറുമ്പോൾ r+h whole raised to half എന്ന് വരും, ഡിവൈഡഡ് ബൈ റൂട്ട് gm ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് ഹാഫ് ഒഴിവാക്കണം അങ്ങനെ കൊടുക്കാട്ടോ, റൂട്ട് r+h എന്ന് കൊടുക്കാം. ഈ r+hനെ റൂട്ടിന്റെ ഉള്ളിൽ കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്ത് കയറ്റണം. റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ സ്ക്വയറിൽ ഒഴിവാക്കി കൊണ്ടുവരണം. റൂട്ടിന്റെ പുറത്തുനിന്ന് റൂട്ടിന്റെ ഉള്ളിൽ കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ആക്കി കയറ്റണം. അപ്പൊ എന്താ മക്കളെ വരിക? പറ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. ഓക്കെ, 2π റൂട്ട് ഓഫ്, എടാ ഈ r+h റൂട്ടിന്റെ ഉള്ളിൽ കയറുമ്പോൾ സ്ക്വയർ ആയിട്ട് കയറും. അപ്പൊ r+h ഹോൾ സ്ക്വയർ ഇൻറ്റു r+h എന്താ? r+h ഹോൾ ക്യൂബ് എന്ന് വരും. r+h ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ടാവും? gm എന്നുണ്ടാവും. ഇതാണ് നമ്മളുടെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ സാറ്റലൈറ്റ്. ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? യെസ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. ആ ഡെറിവേഷനിലേക്ക് നമ്മൾ ആരെ ഇക്വേഷൻ വേണം? ഓർബിറ്റൽ സ്പീഡിന്റെ ഇക്വേഷൻ നമുക്ക് വേണം. ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഇവൻ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ എത്തുമ്പോൾ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താ? 2π into റേഡിയസ്. അതാണ് ഈ സാധനം കൊടുത്ത് ഡിവൈഡഡ് ബൈ സ്പീഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ടൈം കിട്ടി. ദാറ്റ് ബിക്കംസ് ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ. ഏത് കംപ്ലീറ്റ് ആയടാ? ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. ബൈ യൂസിങ് ദ എക്സ്പ്രഷൻ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ഓക്കെ, ഷോ ദാറ്റ് മോഷൻ ഓഫ് സാറ്റലൈറ്റ് ഒബേസ്
കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ്. അതായത് ഈ ഒരു സാറ്റലൈറ്റിന്റെ മോഷന് കെപ്ലേഴ്സിന്റെ തേർഡ് ലോ ഒബേ ചെയ്യും എന്നൊന്ന് പ്രൂവ് ചെയ്യാൻ. എന്തായിരുന്നു തേർഡ് ലോ? ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ് അല്ലിരുന്നോ? എന്താ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ് അല്ലേനോ? ഒന്നുകൂടി വൃത്തിക്ക് പറഞ്ഞാൽ സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള അകലമല്ലേ? ആണ്. അതാണ് എന്ത്? സെമി മേജർ ആക്സിസ് എ എടുത്തിരുന്നത്. ഇവിടെ അതിന് പകരം എന്താ മക്കളെ? ഇവിടെ പകരം എന്താണ്? ആർ പ്ലസ് എച്ച് ആണ് എക്ക് പകരം ഇവിടെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാടാ? ഇവിടെ നോക്ക്, ഈ കിട്ടിയ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ സി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതിന് പിന്നെ ഒരു കാര്യം ചെയ്യടാ. ആർ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ആർ പ്ലസ് എച്ച് എന്ന് പറഞ്ഞ ഈ ലെങ്തിനെ, ആർ പ്ലസ് എച്ച് എന്ന ഈ ലെങ്ത് ഞാൻ സ്മോൾ ആർ വെച്ച് കാണിക്കുകയാണ്. സ്മോൾ ആർ. അപ്പൊ നമുക്ക് പറയാം അത് സ്മോൾ ആർ ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും പറഞ്ഞോ? ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ താഴെ എന്ത് വരും? ജി എം എന്ന് വരും. ഈ ജിയും ഇത് എമ്മും, ജിയും എമ്മും കോൺസ്റ്റന്റ്സ് ആണ്, 2πയും കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടുന്ന് ഇത് മൊത്തം സ്ക്വയർ ചെയ്യാം. ആദ്യം സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക? ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു ആർ ക്യൂബ് ബൈ ജി എം എന്ന് വരും. ഈ ടേം ഒന്നായിട്ട് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ഫ്രം ഹിയർ വി ക്യാൻ സേ ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? ആർ ക്യൂബ്. അപ്പൊ കെപ്ലേഴ്സ് തേർഡ് ലോ ഇവിടെയും എന്താ മക്കളെ? വാലിഡ് ആണ് എന്ന്. ഇവിടെയും കെപ്ലേഴ്സ് തേർഡ് ലോ എന്താണ്? വാലിഡ് ആണ്. അത്രയും എഴുതിയാൽ മാർക്കായി. യെസ് യെസ് ഓക്കെ അല്ലേ? യെസ് യെസ് യെസ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഏത്? ബൈ യൂസിങ് ദ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? അത് എന്ത് ചെയ്യുന്നുണ്ട്? കെപ്ലേഴ്സ് തേർഡ് ലോ എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. റെഡി അല്ലേ? ഷിഫു ചോദിക്കുന്നുണ്ട്, സർ എച്ച് ലെസ് ദാൻ ആക്കി മാറ്റി ചെയ്യണ്ടേ? വേണമെന്നില്ല, അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതായത് ഈ സംഭവം ആർ പ്ലസ് എച്ച് ഹോൾ ക്യൂബിനെ നമുക്ക് ആർ ക്യൂബ് എച്ച് വളരെ ചെറുതാണെങ്കിൽ, അപ്പൊ ഓർബിറ്റ് മിനിമം ഓർബിറ്റ് ആണെങ്കിൽ ഇതിനെ വേണമെങ്കിൽ അയാൾ പറഞ്ഞ ഷിഫു പറഞ്ഞ എങ്ങനെയാണ്? ആർ പ്ലസ് എച്ചിനെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ആക്കും. എപ്പം? എച്ച് വളരെ ചെറുതാണെങ്കിൽ. ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എച്ച് വളരെ ചെറുതാണെങ്കിൽ ആർ പ്ലസ് എച്ച് നമുക്ക് എന്ത് എഴുതാം? 6 എഴുതാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താ വരിക? റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി എം എന്ന് വരും. ജി എമ്മിനെ ജി ആർ സ്ക്വയർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആർ സ്ക്വയറും കട്ടാവുമ്പോൾ റൂട്ട് ഓഫ് ആർ ബൈ ജി എന്നൊരു ഇക്വേഷനിലേക്ക് എത്തും. 2π. അങ്ങനെ മാറ്റി എഴുതണം എന്ന് നിർബന്ധമല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ മാറ്റി എഴുതണം എന്ന് നിർബന്ധമല്ല. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. കാരണം അവർ ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ മാത്രമേ കാണാൻ പറഞ്ഞുള്ളൂ. ലിമിറ്റിംഗ് കേസിലേക്കൊന്നും പോകാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെ വെച്ചാലും മാർക്ക് കിട്ടും. റൈറ്റ്? ഓക്കെ. സോ സി ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. താഴെ ഉണ്ട്, ഓർത്ത് വെക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ആൻസറും എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? വേഗം പറഞ്ഞേ. യെസ് ഓർ നോ? വേഗം കമന്റ് ചെയ്യ്. യെസ് ഓർ നോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? യെസ്. Derive an expression for escape speed from a planet. എടാ, എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇത് ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലെ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് മറന്നു പോവരുത്, പഠിച്ചു വെക്കണം. എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടാ നോക്കടാ. 3 objects with a mass of 40 kg each are placed in a straight line 50 centimeter apart. So listen, എൻ്റെ കയ്യിൽ എന്തുണ്ടടാ? 3 ഒരേപോലത്തെ എന്തുണ്ട്? മാസുകൾ ഉണ്ട്. 3 ആളും 40 kgs ആട്ടോ. 40 kg ആണ് 3 പേരും. Now listen, അവര് എത്ര ഡിസ്റ്റൻസ് അകലത്തിലാ വെച്ചാൽ നിങ്ങൾക്ക് 50 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനിൽ അവരെ നമ്മൾ വെച്ചു. 50 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനിൽ അവർ നമ്മൾ വെച്ചു. വാട്ട് ഈസ് ദ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റ് ദ സെന്റർ ഒബ്ജക്റ്റ് ഡ്യൂ ടു ദ അതർ? ഈ രണ്ടാളും ഈ ഒരു സെന്ററിലെ ഒബ്ജക്റ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് നിങ്ങളോട് ചോദിച്ചത്. എടാ മക്കളെ, ഇയാളും തമ്മിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും. അതുപോലെ ഇയാളും തമ്മിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും. പിന്നെ ഇയാളും തമ്മിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും. ഇവിടെ നോക്കേണ്ടിയേ ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാ. ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സുകളാ. ഒന്ന് ഇയാള് കാരണം, ഒന്ന് ഇയാള് കാരണം. ഇയാള് കാരണം ഇവന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവുക ഇങ്ങോട്ടേക്കാണ്. ഇയാള് കാരണം ഇവന്റെ മുകളിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്. ഇനി ഈ ഫോഴ്സ് എത്ര ഉണ്ടാവുക ചോദിച്ചാൽ ക്യാപിറ്റൽ G into 40 into 40 divided by 50, 0.5 സ്ക്വയർ. ഇത് സെന്റിമീറ്റർ മീറ്റർ ആക്കി 0.5 സ്ക്വയർ ഉണ്ടാവും.
ഇനി ഈ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ G into 40 into 40 divided by 0.5 into square. സോ ഈ രണ്ട് ഫോഴ്സുകളും എന്താ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് ബോഡി വിൽ ബി 0. നെറ്റ് ഫോഴ്സ് ഓൺ ദാറ്റ് ബോഡി വിൽ ബി ഈക്വൽ ടു എന്താ മക്കളെ 0. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറ്റലൈറ്റ്സ് ആർ ഒബ്ജെക്ട്സ് Satellites are objects which revolve around the earth. Okay, earthinu chuttum revolve cheyunna objects aanendu satellites. Now question A, the direction of revolution of a geosynchronous satellite is from. Can anybody say answer for this question? Direction of revolution of a geosynchronous satellite nu parnja endha geostationary satellite. Geostationary satellite inde revolution enganeyanu undavuva? East nu west lekano, west nu east lekano, നോർത്ത് നിന്ന് സൗത്തിലേക്കാണോ, സൗത്ത് നിന്ന് നോർത്തിലേക്കാണോ റവല്യൂഷൻ ഉണ്ടാവുക ചോദിച്ചാൽ മക്കളെ എന്തായാലും ഇത് രണ്ടും അല്ല, അത് പോളാർ സാറ്റലൈറ്റ്സിന്റെ കേസിലാണ് ഉണ്ടാവുക അല്ലെ. യെസ്, ആ ആൻസർ പറഞ്ഞല്ലോ. ആര്യ പറഞ്ഞു, വെരി ഗുഡ്. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കല്ല, വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ്. ആര്യശ്രീ പറഞ്ഞു വെരി ഗുഡ്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. യെസ്, ഗുഡ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് an expression for a total energy of an orbiting satellite. നിങ്ങൾ എന്ത് ഡിറൈവ് ചെയ്യണം? എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി ഓഫ് an orbiting satellite നിങ്ങൾ ഡിറൈവ് ചെയ്യണം. സോ ഇത് ഒരു പ്ലാനറ്റ് ആണ്, ക്യാപിറ്റൽ M ആണ് മാസ്. ആ പ്ലാനറ്റിന്റെ സെന്ററിന് ലിസൺ, ഈ പ്ലാനറ്റിന്റെ സെന്ററിന് r ഡിസ്റ്റൻസ് അകലെ ഒരു ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റിലൂടെ ഒരാൾ റിവോൾവ് ചെയ്യുന്നുണ്ട്. അയാളുടെ മാസ് സ്മോൾ m ആണ്. അയാൾ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. അപ്പൊ ഇയാളുടെ എന്ത് കാണാൻ പോവാ? ഞാൻ ടോട്ടൽ എനർജി എനിക്ക് കാണുന്നുണ്ട്. ആദ്യം ഞാൻ അയാളുടെ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് കാണാൻ പോവാ. എന്താ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ? -gmm/r ഇക്വേഷൻ ഉണ്ടാവുക. സോ മൈനസ് ക്യാപിറ്റൽ G ഇൻറ്റു പ്ലാനറ്റിന്റെ മാസ് ഇൻറ്റു ബോഡിയുടെ മാസ് ഡിവൈഡ് ബൈ പ്ലാനറ്റിന്റെ സെന്ററിന്ന് ബോഡിയിലേക്കുള്ള അകലം, അത് സ്മോൾ ആർ ആക്കി എടുത്തു. സോ സ്മോൾ ആർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദാറ്റ് റിവോൾവിംഗ് സാറ്റലൈറ്റ്. ഇനി മക്കളെ അതിന്റെ കൈനറ്റിക് എനർജി കാണാൻ പോവാ. കെ എന്ന് കൊടുത്തോ. കൈനറ്റിക് എനർജി എങ്ങനെ കാണുക? കൈനറ്റിക് എനർജി ഓഫ് എ പ്ലാനറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മാസ് ഓഫ് പ്ലാനറ്റ് ഇൻറ്റു പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന സ്പീഡിന്റെ സ്ക്വയർ. പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന സ്പീഡ് VO ആണ്, ഓർബിറ്റൽ സ്പീഡില്ല. സോ VOന്റെ സ്ക്വയർ ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M ഇൻറ്റു എന്താ VO എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ക്യാപിറ്റൽ GM ബൈ R പ്ലസ് എച്ച് എന്നാ വേണ്ടേ. R പ്ലസ് എച്ച് പറഞ്ഞാൽ അവിടെ എന്താ ശരിക്കും? R പ്ലസ് എച്ച് പറഞ്ഞാൽ അതെന്താ അവിടെ? സ്മോൾ ആർ ആ. ഓക്കെ, R പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ഇത് ആറും ഇത് എച്ചും ആണ് ശരിക്കും. അപ്പൊ R പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ആറാണ്. സോ ലിസൺ, അപ്പൊ ഞാൻ ഇവിടെ R പ്ലസ് എച്ചിന് പകരം എന്ത് കൊടുക്കാൻ പോവാ? 6 കൊടുക്കാൻ പോവാ. കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ സ്ക്വയർ ഉണ്ടാവും. വിയോന്റെ സ്ക്വയർ അല്ലേ ഉണ്ട്. അപ്പൊ ഈ റൂട്ട് അങ്ങ് പോകും. അപ്പൊ എന്താ വരിക? ക്യാപിറ്റൽ G ഉണ്ടാകും, M റൂട്ടിന്റെ പുറത്ത് വരും, പിന്നെ ഒരു സ്മോൾ m ഉണ്ട്, ബൈ 2r ഉണ്ട്. സോ വി ഗോട്ട് എന്ത്? കൈനറ്റിക് എനർജി. അപ്പൊ ഈ സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജി അറിയാം, പൊട്ടൻഷ്യൽ എനർജി അറിയാം. അപ്പൊ നമുക്ക് എന്ത് കാണാടാ? ടോട്ടൽ എനർജി ഓഫ് ദിസ് സാറ്റലൈറ്റ് എന്താ? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി is equal to മക്കളെ എന്താ? മൈനസ് GMM by R പ്ലസ് GMM by 2R. ഇത് കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താ നിങ്ങൾക്ക്? -GMM by 2R എന്ന് കിട്ടും. So this is the expression for total energy of a revolving satellite. It's simple. Yes. Okay. നെക്സ്റ്റ്, അപ്പൊ ഇതിന്റെ ആൻസർ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇത്ര എഴുതാനുള്ള സംഭവം. ഡെറിവേഷൻ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഫോർ എ ജിയോസിൻക്രണസ് സാറ്റലൈറ്റ്? മക്കളെ ശ്രദ്ധിക്കുക, എന്താ അവർ കാണാൻ പറഞ്ഞവർ നിങ്ങൾക്ക്? യു വാണ്ട് ടു ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് എ ജിയോസിൻക്രണസ് സാറ്റലൈറ്റ്. ആംഗുലാർ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താടാ? 2π/t ആണ്. എന്ത് ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ? 2π/t. 2π/t എത്ര? ടൈം പീരീഡ്. അപ്പൊ ജിയോസിൻക്രണസ് സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് എത്രയാണ്? 24 hours ആണ്. അതിനെ സെക്കൻഡിക്ക് മാറ്റണം. സോ എന്താ? 24 × 60 × 60. ഇത് സോൾവ് ചെയ്യാം. എന്താ?
പൈക്ക് എത്ര കൊടുക്കേണ്ട വാല്യൂ 3.14. അപ്പൊ 2 into 3.14 divided by ഈ നമ്പർ അടിക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ആൻസർ കിട്ടുക അത്രയും റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഇവിടെ ഇവർ ചോദിച്ചതിന്റെ ആൻസർ. റൈറ്റ്? കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം കേട്ടോ. ഇത്രയും സംഭവം എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? വേഗം പറഞ്ഞേ, വേഗം കമന്റ് ചെയ്തേ. എല്ലാവർക്കും ഓക്കെ ആണോ? വേഗം കമന്റ് ചെയ്യ്, വേഗം കമന്റ് ചെയ്യ്. Yes, 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 yes. Okay, good, 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 good. So, 11th question. Nokara. If the zero of potential energy is at infinity. If the zero of potential energy is at infinity. അതായത് പൊട്ടൻഷ്യൽ എനർജി സീറോ ആവല് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. യു വാല്യൂ എന്താവല്? സീറോ ആവല്. Now, the total energy of an orbiting satellite is negative of its dash energy. എന്താ മക്കളെ പറഞ്ഞത്? അപ്പൊ ടോട്ടൽ എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അത് ആരെ നെഗറ്റീവ് ആണ്? നേരത്തെ പറഞ്ഞു, അത് കൈനറ്റിക് എനർജിന്റെ നെഗറ്റീവ് ആണ് വരിക. Got it? So answer is negative of its. എന്താ അവിടെ എന്താ ഇതുണ്ട്? അവിടെ ഫില്ല് ചെയ്യണ്ട് കൈനറ്റിക് എന്നാ ഫില്ല് ചെയ്യണ്ട കേട്ടോ. കൈനറ്റിക് എനർജി. യെസ്, യെസ്, യെസ്. സോ അതോടുകൂടി നമ്മൾ ഏകദേശം നമുക്ക് വേണ്ട മീൻസ് എന്താ പറയാ അത്യാവശ്യം വേണ്ട ഏരിയാസ് നമ്മൾ കവർ ചെയ്തു. അപ്പം ഒരാൾ ചോദിക്കുകയാണ് ഇതിൽ ഏത് ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രാവിറ്റേഷനിൽ? ഗ്രാവിറ്റേഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ മക്കളെ ഓർത്ത് വെച്ചോ. ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെപ്ലേഴ്സിന്റെ 3 ലോസ് എന്തായാലും പഠിക്കണം, പ്രൂഫ് എന്തായാലും പഠിക്കണം. പിന്നെ വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ആൾട്ടിറ്റ്യൂഡ്, ഡെപ്ത് നിർബന്ധമാണ് പഠിക്കണം. പിന്നെ അതിലൊരു സിമ്പിൾ ഏരിയ ഉണ്ട്, അതിൽ തന്നെ വരുന്ന ഷേപ്പ് കൊണ്ടുള്ള വേരിയേഷനും കൂടെ പഠിക്കണം. ഓക്കെ, റൊട്ടേഷൻ കൊണ്ടുള്ള ഇപ്പൊ പഠിക്കണം, എൻട്രൻസിന് മതി. പിന്നെ നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റിയും ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ സാറ്റലൈറ്റും. സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ സാറ്റലൈറ്റ്സിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കി വെക്കുക. പോളാർ സാറ്റലൈറ്റ്സിന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു 2 ഡിഫറൻസ് ഓർത്ത് വെച്ചാൽ മതി. ആ സെക്ഷൻ, ഈ ചാപ്റ്റർ പെർഫെക്റ്റ്ലി കംപ്ലീറ്റഡ്. അത്ര നോക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മാർക്സ്, 3 to 4 മാർക്സ് നിങ്ങളുടെ കയ്യിലേക്ക് ഇരിക്കും ഈസി ആയിട്ട് കേട്ടോ. യെസ്, ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? അപ്പൊ നമ്മൾ അടുത്ത ഓർഡറിൽ തന്നെ പോവാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. എല്ലാവർക്കും ഓക്കെ അല്ലടാ? റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ പോവാണ്. ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഓക്കെ അല്ലെന്ന് ഫയർ ചെയ്തേ, ഒന്ന് കത്തിച്ചേടാ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കത്തിച്ചേ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നു. Yes. Look, first question. For small deformations, stress and strain are proportional to each other. സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഏത് ലോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഹുക്സ് ലോ. ഏത് ലോ മക്കളെ? ഹുക്സ് ലോ. സോ ഹുക്സ് ലോ ലോക്ക്ഡ്. ഓക്കെ, എല്ലാവരും പറഞ്ഞു ആൻസർ സിമ്പിൾ ആണ്, ഹുക്സ് ലോ ആണ്. റെഡി? അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നും വേണം ഫോർ സ്മോൾ ഡിഫോർമേഷൻ അല്ലെങ്കിൽ വിത്തിൻ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പൊ അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം, പിന്നെ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റിന്റെ ഉള്ളിലും ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും ചെറിയ ഡിഫോർമേഷൻസിലും നമുക്ക് എന്ത് പറയാം? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഹുക്സ് ലോ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇംപ്രൂവ്മെന്റ് ആണ്, ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. അത് കാണുമ്പോൾ തന്നെ നമ്മളെ കാറ്റ് പോകും. മിക്ക കുട്ടികളുടെയും അവസ്ഥ പരിതാപകരായിരിക്കും അല്ലെ? എന്ത് കാണുമ്പോ? ന്യൂമറിക്കൽ പ്രോബ്ലം കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കൂടാ, വായിക്കുമ്പോൾ ടഫ് ആവുമെങ്കിലും നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും? ആൻസറിലേക്ക് എത്തും. നോക്ക്. ലിസൺ. A steel wire has a radius of 10 millimeter.
ഒരു സ്റ്റീൽ വയർ ഉണ്ട്, അതിന്റെ റേഡിയസ് എടാ സ്റ്റീൽ വയർ ആണ് കേട്ടോ, ഇവന്റെ റേഡിയസ് എത്രയാടാ 10 മില്ലിമീറ്റർ. അപ്പൊ തന്നെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. 10⁻³ മീറ്റർ. മില്ലിമീറ്റർ എങ്ങനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക? മില്ലിമീറ്റർ കൺവേർട്ട് ചെയ്യാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? യെസ്. നൗ ലിസൺ. സോ റേഡിയസ് നമ്മൾ എഴുതി ആൻഡ് ലെങ്ത് ഓഫ് 1 മീറ്റർ. ഇതിന്റെ ലെങ്ത് എത്രയാടാ? 1 മീറ്റർ. അപ്പൊ എൽ നമുക്ക് എത്ര കൊടുക്കാം? 1 മീറ്റർ എന്ന് കൊടുക്കാം. A 100 kilonewton force stretches it along its length. അപ്പൊ ഒരു 100 kilonewton force എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. 100 kilonewton force എന്ന് പറഞ്ഞാൽ 100 × 10⁻³ ന്യൂട്ടൺ ഫോഴ്സ് ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. Now listen. അങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ആൻഡ് ഇലോങ്ങേഷൻ ഓൺ ദി വയർ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാണണം മക്കളെ? കാണാൻ പറഞ്ഞു ഒന്ന് സ്ട്രെസ്, രണ്ടാമത്തെ ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ നമ്മൾ ഡെൽറ്റ എൽ വെച്ചാണ് എന്ത് ചെയ്യുക? കാണിക്കുക. ഡെൽറ്റ എൽ വെച്ചാണ് ഇലോങ്ങേഷൻ എന്ത് ചെയ്യുക? കാണിക്കുക. ഇയാൾ എത്ര നീളം വെക്കും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ രണ്ട് സംഭവം നമ്മൾ കാണിക്കണം. യെസ്. നൗ ലിസൺ. അപ്പൊ ആദ്യം നമ്മൾ സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. സ്ട്രെസ് പറഞ്ഞാൽ എന്താടാ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. നോർമൽ ഫോഴ്സ് ബൈ ഏരിയ. അതായത് ഈ ഒരു ഏരിയ കണ്ടെങ്കിൽ ഈ ഒരു സർഫസ് ഏരിയ കണ്ടോ, അതിന് പെർപെൻഡിക്കുലർ ആയി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡ് ബൈ അതിന്റെ ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് 100 × 10⁻³ ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ പറഞ്ഞ ഇവിടുത്തെ ഏരിയ കാണാൻ റേഡിയസ് കയ്യിലുണ്ട്. അപ്പൊ എന്താ മക്കളെ? ഏരിയ എന്താ വരിക? πr² ആണ്. പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ 10⁻³ 10 × 10⁻³ പറഞ്ഞാൽ അത്ര 10⁻² ആണ്. സോ 10⁻² എന്ന് കൊടുക്കാം റേഡിയസിന്. അതിന്റെ എന്തുണ്ടാവും? സ്ക്വയർ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 10⁻³ പറഞ്ഞാൽ അത്ര 10⁵ ആണ്. ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 10⁻⁻⁴ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിൽ കയറുമ്പോൾ 10⁹ എന്ന് വരും. അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് നിങ്ങൾ 10⁹ കാൽക്കുലേറ്ററിൽ അടിക്കുക. അപ്പൊ ഒരു ആൻസർ ഉണ്ടാകും. അത് ചെയ്താൽ മതി. സെറ്റ് ആണ്. ആൻസർ കിട്ടി. സ്ട്രെസ് നമ്മുടെ കയ്യിലായി. ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? വേഗം കമന്റ് ചെയ്യണം. വേഗം കമന്റ് ചെയ്യണം. യെസ്. വേഗം കമന്റ് ചെയ്യ്. വേഗം കമന്റ് ചെയ്യ്. വേഗം കമന്റ് ചെയ്യ്. വേഗം കമന്റ് ചെയ്യ്. യെസ് ഓർ നോ? യെസ്. യെസ്. സെറ്റാണ്. സെറ്റാണ്. ഓക്കെ, റെഡി അല്ലേ? പെർഫെക്റ്റ്. പെർഫെക്റ്റ്. യെസ്. നൗ ലിസൺ. കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി ഉണ്ട്. ഡെൽറ്റ എല്ലും കൂടി നമ്മോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് 2 × 10⁻11 ആണ്. അപ്പൊ യങ്സ് മോഡുലസ് ഒന്ന് നമ്മൾ എങ്ങനെയാണ് മക്കളെ എന്ത് ചെയ്യുക? ഡെൽറ്റ എൽ ഇനി കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം. എടാ ഇവിടെ നോക്കടാ. ലിസൺ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ പറഞ്ഞാൽ എന്താ? ലിസൺ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്. അപ്പൊ സ്ട്രെയിൻ ബൈ സ്ട്രെസ് എന്താ? സ്ട്രെയിൻ ബൈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിൻ ബൈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 1 യങ്സ് മോഡുലസ് ആണ്. സോ ഫ്രം ഹിയർ സ്ട്രെയിൻ സ്ട്രെസ് അങ്ങോട്ട് പോയി. അപ്പൊ എന്താ? strain is equal to stress by Young's modulus. Stress by Young's modulus. Strain എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എൽ ബൈ എൽ. strain is equal to stress by Young's modulus. മക്കളെ, stress by Young's modulus. ഈ എല്ലാം അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡെൽറ്റ എൽ is equal to stress by Young's modulus into L എന്ന് വരും. എടാ സ്ട്രെസ്സിന് നിങ്ങൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ഇല്ലേ, അതുകൊണ്ട് ഈ ചാമ്പ സ്ട്രെസ്സിന് ചാമ്പ. യങ്സ് മോഡുലസിന് ഈ വാല്യൂ നേരെ ചാമ്പ. ഓക്കെ, എൽ 1 മീറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലിന് 1 കൊടുക്കുക. ഓക്കെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ ആയി. സോ ഓക്കെ, ജസ്റ്റ് നമുക്ക് കൊടുത്തു നോക്കാം. വാല്യൂസ് കൊടുത്തു നോക്കാം. 10⁹ ആണ് എന്ത്? സ്ട്രെസ്. ഓക്കെ, ഇനി യങ്സ് മോഡുലസ് എന്താ? 2 10⁻11. സോ ഞാൻ 2 × 10⁻11 കൊടുത്തു ഇൻറ്റു 1 ഉണ്ടാവും. ഈ 9ഉം 11ഉം കട്ടാവുമ്പോൾ 2 വരും.
So answer is 1/2 pi into 10 raised to 2. ഇത്രയും മീറ്റേഴ്സ് ആയിരിക്കും എന്ത് ഡെൽറ്റ എൽ. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്തിലേക്ക് എത്താം? സെന്റിമീറ്ററിലേക്ക് എത്താം. ഓൾ ഓഫ് യു ക്ലിയർ? യെസ് ഓർ നോ? ഇതാണ് നമ്മളുടെ എന്ത് ഇലോങ്ങേഷൻ ഓർ ചേഞ്ച് ഇൻ ലെങ്ത്. ഒന്ന് വേഗം കമന്റ് ചെയ്തേ മക്കളെ. ഓക്കെ ആണെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, ഓക്കെ ആണെങ്കിൽ വേഗം കമന്റ് ചെയ്യുക. യെസ്, വേഗം കമന്റ് ചെയ്യും. ഈ രണ്ട് ക്വസ്റ്റ്യൻസിൽ ഒന്ന് സ്ട്രെസ് കാണാന്, ഒന്ന് ഇലോങ്ങേഷൻ കാണാന്, രണ്ട് ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് ഓക്കെ ആണെങ്കിൽ വേഗം കമന്റ് ചെയ്യാം. യെസ്, ഓക്കെ ആണ്. എങ്ങനെ കിട്ടുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് വരെ ഞാൻ പറയും. അതിൽ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, നേരെ സോൾവ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ദ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് Young's modulus of rubber is greater than that of steel, less than that of steel, equal to that of steel. എന്താ മക്കളെ ശ്രദ്ധിക്ക്, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. റബ്ബറിന്റെ യങ്സ് മോഡുലസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ, സ്റ്റീലിനേക്കാളും എന്താണ് കുറവ്? ആര്യ അനിൽകുമാർ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ, സ്റ്റീലിനേക്കാൾ എന്താണ് കുറവാണ് മക്കളെ, സ്റ്റീലിനേക്കാൾ കുറവ്. ആരാണ് മോർ ഇലാസ്റ്റിക് ചോദിക്കും ചിലപ്പം. റബ്ബർ ആണോ സ്റ്റീൽ ആണോ മോർ ഇലാസ്റ്റിക് എന്നൊരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ റബ്ബർ ആണോ സ്റ്റീൽ ആണോ മോർ ഇലാസ്റ്റിക് ചോദിച്ചാൽ അത് ആര് തന്നെയാണ്? സ്റ്റീൽ തന്നെയാണ്. ആരല്ല? റബ്ബർ അല്ല. കാരണം ആർക്കാണോ കൂടുതൽ ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആർക്കാണോ കൂടുതൽ, അയാൾക്കാണ് കൂടുതൽ എന്തുണ്ടാവുക? ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ടാവുക. റൈറ്റ്? ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. മോർ ഇലാസ്റ്റിക് ആരായിരിക്കും? സ്റ്റീൽ ആയിരിക്കും. കാരണം സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് റബ്ബറിന്റെ യങ്സ് മോഡുലസിനേക്കാൾ എന്താണ്? കൂടുതലാണ്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഒന്ന് കമന്റ് ഒന്ന് ഫയർട്ടെ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഫയർട്ടെ. പിന്നെ അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അവർക്ക് നമ്മുടെ നീറ്റിന്റെ ചാനലിലാണ് കീമിന്റെ ക്ലാസ്സുകൾ കേട്ടോ. കീമിന്റെ അല്ലെങ്കിൽ IIT-JEE കീമിന്റെ ഒക്കെ എൻട്രൻസ് ലെവൽ പിന്നെ ക്ലാസ്സുകൾ ഇപ്പൊ ശാസ്ത്ര ക്ലാസ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ നീറ്റിന്റെ ചാനലിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്? ആഹാ ക്വിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഈ ചാനലിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 8 മണിക്കാണ് ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ യങ്സ് മോഡുലസ് ഓഫ് റബ്ബറിന്റെ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ബീം ഓഫ് ഡിഫറെന്റ് ക്രോസ് സെക്ഷണൽ ഷേപ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. വൈ ബീം ബി ഈസ് യൂസിംഗ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ്. ബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിൽ ഈ സെക്ഷനാ യൂസ് ചെയ്യുക, ഈ സെക്ഷൻസ് അല്ല യൂസ് ചെയ്യുക. അപ്പം ഇത് ശരിക്കും ഒരു എന്താ പറയുക ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ബെൻഡിങ് മൊമെന്റിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും പഠിക്കുന്നില്ല. അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ അത് എങ്ങനെ ഡീൽ ചെയ്യണം ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക. ഇതിന്റെ ഇത്ര മാത്രം, ഈ ഒരു കാര്യം മാത്രം മക്കൾ എഴുതിയാൽ മതി. ബിക്കോസ് ഓക്കെ, ഈ ഐ സെക്ഷൻ ഇതാണ് ശരിക്കും ഇപ്പോ റെയിൽവേ ട്രാക്കിന്റെ റെയിൽപാളം നോക്കി കഴിഞ്ഞാൽ അത് ഈ സെക്ഷനിലാണ് ഉണ്ടാവുക. അതിന്റെ റീസൺ എന്താ പറയുക മക്കളെ? ആർക്കും റീസൺ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഈ സെക്ഷൻ നമ്മൾ റെയിൽപാളത്തിന് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രിഡ്ജിന്റെ ബീംസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒക്കെ നമ്മൾ ഈ സെക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു മെയിൻ റീസൺ ഒന്ന് പറഞ്ഞേ. ആര്യ അനിൽകുമാർ പറയുന്നുണ്ട് ലോ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ് മാത്രമല്ല, കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ കോസ്റ്റിനേക്കാൾ കൂടുതൽ യെസ് സപ്പോർട്ട്. ഒന്നും കൂടി യെസ്, യാസിർ പറഞ്ഞു സ്ട്രെസ് ആക്ടിംഗ് ഏരിയ കൂടുതലാണ്. ബക്ലിംഗ് അതല്ല, ബക്ലിംഗ് വേറെ സംഭവം കേട്ടോ. ബക്ലിംഗ് അതല്ല. ഷിബിഷ സപ്പോർട്ട് റെഡ്യൂസ് ബക്ലിംഗ് അല്ല, ബക്ലിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സോറി. യെസ്, എന്നാ മക്കളെ ഓർത്തു വെച്ചോ, ഈ സെക്ഷൻ യൂസ് ചെയ്യാനുള്ള കാരണം this section has, that means ഇവിടെ വരക്കാം, I girder section, this section has the capacity to hold
to hold more stress. ഈ സെക്ഷനാണ് കൂടുതൽ ശരിക്കും ബെൻഡിങ് മൊമെന്റ് ആണ്. ശരിക്കും ബെൻഡിങ് മൊമെന്റ് എന്ന് അതിന് പറയാം. ബെൻഡിങ് മൊമെന്റ് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇയാൾക്കാണ്ടാവുക. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ദിസ് സെക്ഷൻ ഹാസ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് മോർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മതി. അത് ആൻസർ കറക്റ്റ് ആണ്, മാർക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണോ? യെസ് ഓർ നോ? ഈ ഒറ്റ പോയിന്റ് എഴുതിയാൽ മതി. ഈ ഒറ്റ പോയിന്റ്, ഈ ഫിഗർ വരയ്ക്കുക, ഈ ഒറ്റ പോയിന്റ് എഴുതുക. റൈറ്റ്? ഓക്കെ. യെസ് ഓർ നോ? യെസ് ഓർ നോ? അതുപോലെ ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു സോളിഡ് ഷാഫ്റ്റ് മക്കളെ, ഒരു സോളിഡ് ഷാഫ്റ്റ്. ഓക്കെ. അതുപോലെ ഒരു ഹോളോ ഷാഫ്റ്റ്. സോളിഡ് ഷാഫ്റ്റും ഉണ്ട്, പിന്നെന്തുണ്ട്? ഒരു ഹോളോ ഷാഫ്റ്റ് പറഞ്ഞാൽ എന്താ? ഉള്ളു പൊള്ളായിരിക്കും. സോളിഡ് ഷാഫ്റ്റ് ആകുമ്പോൾ ഉള്ളു ഫുള്ള് മെറ്റീരിയൽസ് ഉണ്ടാവും. ഇതിൽ ആരാണ് ഏറ്റവും സ്ട്രോങ്ങർ എന്ന് ചോദിച്ചാൽ സംശയിക്കരുത്, അത് ഹോളോ ഷാഫ്റ്റ് ആണ്. ഓക്കെ. എന്തുകൊണ്ട് റീസൺ ചോദിക്കുകയാണെങ്കിൽ ഹു ഈസ് മോർ സ്ട്രോങ്ങർ? ആരാണ് സ്ട്രോങ്ങർ? സ്ട്രോങ്ങർ ആരാണ്? ഹോളോ ഷാഫ്റ്റ് ആണ്. അതിന് റീസൺ ഉണ്ട്. ഹോളോ ഷാഫ്റ്റിന് ഇതിന് ആൻസർ ആയ തന്നെയാണ്. എന്താ? ദിസ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹോളോ ഷാഫ്റ്റ് ക്യാൻ അല്ലെങ്കിൽ ഹാസ് ദ capacity to hold more stress. Okay, ഇത് ചോദിക്കുകയാണെങ്കിലും അതിനാണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്. എന്തിനാ? ടു ഹോൾഡ് മോർ സ്ട്രെസ്. അതിൽ ശരിക്കും ന്യൂട്രൽ ആക്സിസിൽ നിന്ന് പാർട്ടിക്കിൾസ്, പരമാവധി അകലെയുള്ള പാർട്ടിക്കിൾസിന് കുറെ സ്ട്രെസ് ബിയർ ചെയ്യാനുള്ള ഹോൾഡ് മീൻസ് എന്ത് കപ്പാസിറ്റി ഉണ്ട്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഈ ഹോളോ ഷാഫ്റ്റിന് കൂടുതൽ സ്ട്രെസ് ബിയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെസ് ഹോൾഡ് ചെയ്യാനുള്ള എന്തുണ്ട്? കപ്പാസിറ്റി ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒരു ബൈഹാർട്ടിങ് ഇതിലേക്ക് അങ്ങ് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അതിനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന തിയറി പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം +2 പഠിക്കുന്നില്ല. അത് നിങ്ങൾ പഠിക്കും. നിങ്ങൾ ബിടെക്കിനൊക്കെ പോണ സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോവുകയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അവിടെ സെക്ഷനിൽ പഠിക്കും. അവിടെ നിങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് എന്ന ടോപ്പിക് വരുന്നുണ്ട്. അതും കൂടി വന്നാലേ നമുക്കത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ കേട്ടോ. റൈറ്റ്? ഓക്കെ ആണോ? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഞാൻ പോവാണ്. അപ്പൊ മറ്റത് നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻസർ സെറ്റ് ആയിരിക്കും. യെസ്. ഓക്കെ. നിങ്ങൾ വേഗം കമന്റ് ചെയ്യും, എന്നാലേ ഞാൻ അടുത്തേക്ക് പോകുള്ളൂ. നിങ്ങൾ സെറ്റ് ആണെങ്കിൽ ഞാൻ അടുത്തേക്ക് പോകൂ. വേഗം. കമാൺ എവരിബഡി. കമാൺ. സെറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. മക്കള് ശ്രദ്ധിക്കും. The stress strain graph of two materials A and B are shown below. രണ്ട് മെറ്റീരിയൽസിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഉണ്ട്. Now, which of the two materials has the greater Young's modulus? ഇതിൽ A എന്ന മെറ്റീരിയലിനാണോ B എന്ന മെറ്റീരിയലിനാണോ ഏറ്റവും കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, എടാ മക്കളെ നിങ്ങൾ ഇത്ര മാത്രം നോക്കുക. സ്ട്രെസ് എന്ന് പറയുന്ന ആള് Y ആക്സിസിലാണോ നോക്കുക, സ്ട്രെയിൻ എന്ന് പറയുന്ന ആള് X ആക്സിസിലാണോ നോക്കുക. ആണെങ്കിൽ ഏത് ഗ്രാഫിന്റെ സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഗ്രാഫിന്റെ സ്ട്രെയിറ്റ് ലൈൻ പാർട്ട് ഇതുമാണ്. അപ്പം ആ സ്ട്രെയിറ്റ് ലൈൻ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉണ്ടാക്കുന്നത് ഇവിടെ എയിലല്ലേ, ഈ ആംഗിൾ ഇവിടെ കുറവല്ലേ. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഏറ്റവും കൂടുതൽ ഏക്കായതുകൊണ്ട് സ്ലോപ്പാണ് നമുക്ക് എന്ത് പറഞ്ഞു തരുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി പറഞ്ഞു തരിക സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന്. അപ്പൊ ഇതിൽ ഏറ്റവും സ്ലോപ്പ് കൂടിയ ആൾ ആരാണോ അയാൾ മോർ ഇലാസ്റ്റിക് ആണ്. സോ ആരാണ് മോർ? യങ്സ് മോഡുലസ് ആർക്കാ കൂടുതൽ? ഒരു സംശയവുമില്ല, യങ്സ് മോഡുലസ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ യങ്സ് മോഡുലസ് ഓഫ് ബി. എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കാം, ഇവിടെ ഈ ആംഗിൾ ഷോർട്ടും ഇത് കൂടുതലുമാണ്. അപ്പൊ ഈ ആംഗിൾ എന്താ? കൂടുതലാണ്, ഇതെന്താ? കുറവാണ്. അതുകൊണ്ട് യങ്സ് മോഡുലസ് എ ഉണ്ട് കൂടുതലും, ബി ഉണ്ട് കുറവുമായിരിക്കും. സോ YA is greater than YB. Next question. Which of the two material is more ductile? നിങ്ങൾ ആൻസർ പറഞ്ഞോ. ഇതിൽ ഏതാണ് കൂടുതൽ ഡക്റ്റൈൽ?
ഇതിൽ ഏതാണ് കൂടുതൽ ഡക്റ്റൈൽ? എനിബോഡി? യെസ്, ഷഹീം പറഞ്ഞു എ. ഒരു സംശയവുമില്ല, എ ആണ് കൂടുതൽ ഡക്റ്റൈൽ. ബിക്കോസ് എയിലാണ് പ്ലാസ്റ്റിക് റീജിയൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അല്ലെ. ബിയിൽ പ്ലാസ്റ്റിക് റീജിയൻ കുറവല്ലേ, മീൻസ് ഈ റീജിയൻ കുറവാണ്, എന്താ ഇവിടെ കൂടുതലാ. അപ്പോ എ എന്ന മെറ്റീരിയൽ നമുക്ക് നല്ലതുപോലെ വലിച്ചു നീട്ടാൻ പറ്റും. റെഡി? അപ്പൊ നന്നായി വലിച്ചു നീട്ടാൻ പറ്റിയ ആരെയാണ് ഇതിൽ? എയിലാണ്. കാരണം കണ്ടോ, ഈ ലെങ്ത് കൂടുതൽ എയിലാണ്. അതുകൊണ്ട് എ ഈസ് മോർ ഡക്റ്റൈൽ ദാൻ ബി. അപ്പോ ആൻസർ 1 മാർക്കാണ് മക്കളെ. ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഏതാ മോർ ഡക്റ്റൈൽ? എ. മെറ്റീരിയൽ എ ഈസ് മോർ ഡക്റ്റൈൽ. നൗ ഇനി ഇതിൽ ഏതാണ് ബ്രിട്ടിൽ എന്ന് ചോദിക്കുകയാണെങ്കിലോ, ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ വേഗം പൊട്ടിപ്പോണ സംശയമില്ലല്ലോ, ബി അല്ലേ. ബി ദാ ഇവിടെ വെച്ച് പൊട്ടി, പക്ഷെ എ അവിടെ വെച്ച് പൊട്ടിയില്ല. എ പിന്നെയും കുറേയും കൂടി ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ബി എന്താ? വേഗം പൊട്ടിപ്പോകുന്ന ആളാ ബ്രിട്ടിൽ. നല്ലോണം നീണ്ടിങ്ങനെ പോകുന്ന ആളാ ഡക്റ്റൈൽ. അപ്പൊ ഈ തന്നതിൽ ഡക്റ്റിലിറ്റി കൂടുതലാർക്കാണ്? എക്കാണ്. ബ്രിട്ടിൽനെസ് കൂടുതലോ? ബിക്കാണ്. ഓക്കെ, ബ്രിട്ടിൽനെസിന്റെ കാര്യം ചോദിച്ചില്ല, ചോദിക്കുകയാണെങ്കിൽ മക്കൾ അതും പറയാട്ടോ. റെഡി? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫിഗർ ഷോസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ മെറ്റീരിയൽ. അപ്പോ ഒരു കാര്യം മനസ്സിലായി, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇല്ലാത്ത കച്ചവടം ഈ ചാപ്റ്ററിൽ ഇല്ല. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇട്ടോ നോക്കാം. ഫിഗർ ഷോസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ മെറ്റീരിയൽ. വാട്ട് ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ? ഈ മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് കാണണം. സോ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, യങ്സ് മോഡുലസ് ഓഫ് എ മെറ്റീരിയൽ. യങ്സ് മോഡുലസ് ഓഫ് എ മെറ്റീരിയൽ എന്താ അറിയോ മക്കളെ? സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ആണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ മതി, അതാണ് യങ്സ് മോഡുലസ് വരിക. ഈ ഇതിന്റെ ഗ്രാഫ് എടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ ഇങ്ങനെ ലൈൻ താഴേക്ക് വരക്കുന്നു, ഇങ്ങനെ ലൈൻ വരക്കുന്നു. സോ ഹിയർ ഇതാണ് സ്ട്രെസ്, ഇതാണ് എന്ത്? സ്ട്രെയിൻ. സോ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ എടുക്കേണ്ടി അല്ലേ? വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഇതാണ് തീറ്റ, ഇതാണ് തീറ്റ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എത്ര? 150. നല്ലോണം ശ്രദ്ധിക്കണം, 150 എതിർത്. ഇവിടെ കണ്ടോ, ഇവിടെ y ആക്സിൽ സ്ട്രെസ്സിന്റെ ബ്രാക്കറ്റിൽ 10⁻⁶ n m⁻⁻2 എന്നുണ്ടോ? മീനിങ് എന്താ? y ആക്സിസ് ഉള്ള ആളെ ഈ 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന്. അപ്പൊ ഈ വാല്യൂ എത്ര? 150. അപ്പൊ എത്ര ഉണ്ടാവും? 150 × 10⁻⁶ ഉണ്ടാവും. 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ബൈ. ഇനി എക്സ് ഉള്ള ഈ വാല്യൂ എത്ര? 0.02. അപ്പൊ 2 10⁻⁻123 2 10⁻⁻3. സോ 2 × 10⁻⁻3 ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 150/2 ഈസ് 75. സോ 75 ഇൻറ്റു ഇത് മുകളിൽ കയറുമ്പോൾ +3 +3 +6 +9. സോ 10⁻⁹ പാസ്കൽ എന്നുണ്ടാകും. എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. എവരിബഡി ക്ലിയർ? യെസ് ഓർ നോ? യെസ് ഓർ നോ? റെഡി? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓക്കെ ആണോ? സോ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോവാണ്. ശ്രദ്ധിക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം ഈസ് തന്നിട്ടുണ്ട്, ആൻഡ് കോപ്പറിന്റെ യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. നൗ സെയിം സ്ട്രെയിൻ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ആൻ അലുമിനിയം വയർ ആൻഡ് എ കോപ്പർ വയർ ഓഫ് ഈക്വൽ ക്രോസ് സെക്ഷൻ. വിച്ച് വയർ റിക്വയർ മോർ ഫോഴ്സ്? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കടാ. ബി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പറഞ്ഞ എന്താ? യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം വയർ തന്നിട്ടുണ്ട്. എത്ര? 70 × 10⁻⁹ പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ പാസ്കൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് കോപ്പറിന്റെ യങ്സ് മോഡുലസ് 120 × 10⁻⁹ പാസ്കൽ ആണ്. നെക്സ്റ്റ് സെയിം സ്ട്രെയിൻ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ആൻ അലുമിനിയം ആൻഡ് എ കോപ്പർ വയർ ഓഫ് ഈക്വൽ ക്രോസ് സെക്ഷൻ. സ്ട്രെയിൻ രണ്ടാക്കും എന്താണ്? സെയിം ആകണം. ക്രോസ് സെക്ഷൻസ് രണ്ടാളെയും ക്രോസ് സെക്ഷൻ ഏരിയയും എന്താവണം? സെയിം ആവണം. സോ സ്ട്രെയിൻ എന്താണ്? സോ സ്ട്രെയിൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഇത് രണ്ടാക്കും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വേണ്ടത് എന്നുള്ളതാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വേണ്ടത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇതിൽ ഫോഴ്സ് ആർക്കാ കൂടുതൽ? ഓക്കെ,
ആർക്കാണ് ഫോഴ്സ് കൂടുതൽ വേണ്ടത് അല്ലേ? സോ നോക്കാം, ലിസൺ. അപ്പൊ എഫ്, അപ്പൊ ഞാൻ ഇവിടെ യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്താ? ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ എന്താ? ഡെൽറ്റ എൽ ബൈ എൽ ആണ്. റൈറ്റ്? ഇവിടെ നമുക്ക് ഫോഴ്സ് എങ്ങനെ എഴുതാം? ഫോഴ്സ് ബൈ ഏരിയ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. ഡെൽറ്റ എൽ ബൈ എൽ സ്ട്രെയിൻ ആണ്. ഇവിടെ എന്താ? യങ്സ് മോഡുലസ് ഇൻറ്റു നമുക്ക് സ്ട്രെയിൻ എഴുതാം. സോ യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എഴുതിക്കോ. ഓക്കെ, സ്ട്രെയിൻ എഴുതി. Now F is equal to Young's modulus into strain into area എന്ന് എഴുതാം. ഇവിടെ പറഞ്ഞ എന്താണ്? ഇവിടെ നോക്കിക്കേ, സ്ട്രെയിനും ഏരിയയും രണ്ടാക്കും സെയിം ആ. അപ്പൊ ആർക്കാ കൂടുതൽ ഫോഴ്സ് വേണ്ടതല്ല ക്വസ്റ്റ്യൻ. എടാ നമുക്ക് കാര്യം ചെയ്യാം. ഫോഴ്സ് ഓൺ കോപ്പർ, കോപ്പർ അലുമിനിയം. അപ്പൊ ഫോഴ്സ് ഓൺ കോപ്പർ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എഴുതി. ഇനി അടുത്ത കേസിൽ ഫോഴ്സ് ഓൺ അലൂമിനിയം അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് അലൂമിനിയം ഇൻറ്റു സ്ട്രെയിൻ ഓൺ അലൂമിനിയം ഇൻറ്റു ഏരിയ ഓഫ് അലൂമിനിയം എന്നും എഴുതാം. ഇനി എന്തുകൊണ്ട് ഞാൻ സ്ട്രെയിൻ ഓഫ് കോപ്പർ എന്ന് എഴുതാഞ്ഞ്? സ്ട്രെയിൻ രണ്ടാക്കും സെയിമാ, ഏരിയ രണ്ടാക്കും സെയിമാ. അപ്പൊ രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ മക്കളെ വരാൻ നോക്ക്? രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എഫ് കോപ്പർ ബൈ എഫ് അലൂമിനിയം ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ബൈ യങ്സ് മോഡുലസ് ഓഫ് അലൂമിനിയം എന്നാ വരിക. മറ്റേ രണ്ടും എന്തായി പോവും? കട്ടായി പോവും. ഇനി ബാക്കി എന്താ ഉള്ളത് നോക്ക്. യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ഇങ്ങ് തന്നിട്ടുണ്ട്. എത്ര? യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ എത്ര? 120 10 raised to 9 ആണ്. സോ 120 into 10 raised to 9 by എന്താ? 70 10 raised to 9. സോ 70 into 10 raised to 9. ഇത് രണ്ടും കട്ടായി പോയി. 12/7. 12/7 പറഞ്ഞാൽ എന്താ? അത് ഒന്നിനേക്കാൾ വലിയ നമ്പറാ. സോ ഗ്രേറ്റർ ദാൻ 1 എന്ന് കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 1 എന്ന് കൊടുക്കാം. സോ ഫ്രം ഹിയർ വി ക്യാൻ സേ ദാറ്റ് FCU by FAL is greater than 1. So from here FCU is greater than FAL. അപ്പൊ ആർക്കാ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടത്? കോപ്പർ. കോപ്പറിലാണ് നിങ്ങൾ എന്ത് കൂടുതൽ കൊടുക്കേണ്ടേ? ഫോഴ്സ് കൂടുതൽ കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ ഫോഴ്സ് ഓൺ കോപ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഫോഴ്സ് ഓൺ അലുമിനിയം. ഓക്കെ ആണോടാ? സെറ്റ് ആണോ? യെസ് യെസ് യെസ്, ഇത് ഓക്കെ ആണോ? അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്? നല്ല ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ, സൂപ്പർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കളറുള്ളവർക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്താൻ പറ്റും. യെസ് യെസ് യെസ്, യെസ് 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 യെസ്. എല്ലാവർക്കും ഓക്കെ ആണോ? വേഗം കമന്റ് ചെയ്യ്. സെറ്റ്. ആര്യ കമന്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണ്. അപ്പൊ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ കൃത്യമായിട്ട് ആൻസർ ചെയ്തോ. വിച്ച് വയർ റിക്വയർസ് മോർ ഫോഴ്സ്? ഏതാണ്? കോപ്പർ വയർ റിക്വയർസ് മോർ ഫോഴ്സ്. ദാറ്റ്സ് ഇറ്റ്. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. The stress required to double the length of a wire of Young's modulus Y is. എന്താ പറഞ്ഞത്? സ്ട്രെസ് റിക്വയർഡ് ആണ് ചോദിച്ചത്. സോ യു വാണ്ട് ടു ഫൈൻഡ് ദ സ്ട്രെസ്. ഓക്കെ, അവന്റെ യങ്സ് മോഡുലസ് Y ആണ്. ഓക്കെ, എന്നിട്ടോ സ്ട്രെസ് റിക്വയർഡ് ഡബിൾ ദ ലെങ്ത് ഓഫ് എ വയർ. ഓക്കെ, അപ്പൊ ഡെൽറ്റ എൽ, വയറിന്റെ ഇനീഷ്യൽ ലെങ്ത് L ആയിരുന്നു. അത് ഫൈനലി ഇപ്പൊ എത്രയായി മാറി? ഡബിൾ ദ ലെങ്ത് ആയി പറഞ്ഞാൽ എത്രയായി? 12 ആയി. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് എത്ര? L. അപ്പൊ ഡെൽറ്റ എൽ എത്ര? L. ഒറിജിനൽ ലെങ്ത് എന്താ? L. സ്ട്രെസ് അല്ലേ കാണുന്നത്? എടാ സ്ട്രെസ് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു എന്താ? സ്ട്രെയിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്താ? ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ എത്ര? ഇപ്പൊ ഡെൽറ്റ എൽ പറഞ്ഞാൽ എത്ര? ചേഞ്ച് ഇൻ ലെങ്ത് ആ എത്ര? L ബൈ L എന്താ? ഒറിജിനൽ ലെങ്ത്, അതും L. കട്ട് ആവുമ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? യങ്സ് മോഡുലസ് എന്ന് വരും. സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ്. സോ ഹിയർ സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? യങ്സ് മോഡുലസ്. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി? ഓക്കെ ആണോ? വേഗം കമന്റ് ചെയ്യ്. ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ ആണ്.
Okay. Ready. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. Next question is a steel wire of length 1.5 meter and diameter 25 centimeter is loaded with a force of 98 Newton. So മക്കൾ നന്നായി ശ്രദ്ധിക്കുക, ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. Listen. A steel wire of length 1.5 meter, L എത്ര 1.5 meter and diameter, പറയുമ്പോൾ റേഡിയസ് അപ്പോൾ എത്ര ഉണ്ടാവുക 25/2 സെന്റിമീറ്റർ ഉണ്ടാവും. That is 12.5 into 10⁻²⁻2 meter. മീറ്ററിലേക്ക് ചെയ്യുന്നേരെ. ഓക്കെ, now listen. ഇനി അടുത്ത് is loaded with a force of 98 Newton. എത്ര ഫോഴ്സ് ലോഡ് ചെയ്തു? 98 Newton ഫോഴ്സ് അതിന്റെ മുകളിലേക്ക് കൊടുത്തു. The increase in the length of the wire is, അപ്പൊ increase in the length of the wire എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. എത്രയാ? 1.5 10⁻4 മീറ്റർ ആണ് അതിന്റെ എന്ത് ചേഞ്ച് ഇൻ ലെങ്ത് വരിക. ഓക്കെ, അത്രയും ലെങ്ത് ചേഞ്ച് ആയി. കാൽക്കുലേറ്റ് ദ ടെൻസൈൽ സ്ട്രെസ്. ആദ്യം എന്ത് കാണണം? സ്ട്രെസ് കാണണം. ഓക്കെ, സ്ട്രെസ് കാണണം. പിന്നെ ആൻഡ് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി വയർ. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് വിളിക്കുക. യെസ്, ഓക്കെ. എന്താണ് എന്ന് കാണാൻ പറഞ്ഞു? ഒന്ന് സ്ട്രെസ് കാണാൻ പറഞ്ഞു, രണ്ടെന്താണ്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി വയർ. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ ഒരു വയറിന്റെ ലെങ്ത്തിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഓക്കെ, നൗ ലിസൺ. അവിടെ നോക്കടാ. അപ്പൊ ഞാൻ ആദ്യം സ്ട്രെസ് കാണാൻ പോവാണ്. സ്ട്രെസ് എങ്ങനെ കാണാം? സ്ട്രെസ് കാണാൻ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ഇക്വേഷന് ഫോഴ്സ് ബൈ ഏരിയ. ഇത് രണ്ടും ഉണ്ട്. ഫോഴ്സ് ഇങ്ങ് തന്നിട്ടുണ്ട്, ആ ഫോഴ്സ് ബൈ ഏരിയയിലേക്ക് പോയാൽ മതി. 98 ബൈ ഏരിയ, റേഡിയസ് തന്നു, അപ്പൊ ഏരിയ എങ്ങനെ? πr². അപ്പൊ എന്താ? പൈ ഇൻറ്റു റേഡിയസ് എത്ര? 12.5 ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ ഉണ്ടാകും. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? സ്ട്രെസ് കിട്ടി. എന്തിൽ കിട്ടി? പാസ്കൽ ഓർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നിങ്ങൾക്ക് എന്ത് കിട്ടി? സ്ട്രെസ് കിട്ടി. ഓക്കെ, ഇത് സോൾവ് ചെയ്യണം. നെക്സ്റ്റ് ഇനി കാണേണ്ടത് സ്ട്രെയിൻ ആണ്. മക്കളെ, സ്ട്രെയിൻ എങ്ങനെ നമ്മൾ കാണുക? സ്ട്രെയിൻ കാണാം. അപ്പൊ എന്താ? ഡെൽറ്റ എൽ ബൈ എൽ ആണ് ഒരടുത്തേക്ക് കാണാൻ പറഞ്ഞത്. ഡെൽറ്റ എൽ ബൈ എൽ കാണാൻ ഡെൽറ്റ എൽ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലും നിങ്ങളുടെ കയ്യിലുണ്ട്, നേരെ കൊടുത്താൽ പോരെ? മതി. സോ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഈസ് 1.5 10⁻4 divided by L is 1.5. So answer is എത്ര മക്കളെ? yes ഇത് കട്ടാവും. ആൻസർ ഈസ് 10⁻4. സ്ട്രെയിൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. സോ 10⁻4 എന്ന് എഴുതി വെച്ചാൽ മതി ട്ടോ. റെഡി അല്ലേ? കൊടുത്ത വാല്യൂസ് ഒക്കെ ഓക്കെ അല്ലേ? കറക്റ്റ്. സെറ്റ്. ഓക്കെ, റെഡിയാണോ? യെസ്, ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? റെഡിയാണോ? വേഗം കമന്റ് ചെയ്യ്. റെഡി? ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ സെറ്റാന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന നോക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ചാൻസ് വളരെ കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെയധികം എനിക്ക് എന്താ പറയുക ചോദിക്കാൻ ചാൻസ് തോന്നുന്ന ഒരു ഏരിയയാണിത്. പഠിച്ചു വെച്ചോ. ലിസൺ. സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ദിസ് ഗ്രാഫ് ഈസ് ഫോർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ മൈൽഡ് സ്റ്റീൽ, MS steel. Okay, so listen. Write the name of the point B labeled in the graph. മക്കളെ, ഞാൻ എല്ലാം പറഞ്ഞിടാ. A എന്ന പോയിന്റ് എന്താ? ഇതാണ് A എന്ന പോയിന്റ്. ഇത് B എന്ന പോയിന്റ്, ഇത് C എന്ന പോയിന്റ്, ഇത് D എന്ന പോയിന്റ്, ഇത് E എന്ന പോയിന്റ്. ചോദിച്ചത് B ആണ്. ഞാൻ എല്ലാ പോയിന്റും പറയാം. A എന്ന പോയിന്റ്, 1 second. A എന്ന പോയിന്റ് മക്കളെ ശ്രദ്ധിക്കുക. A എന്ന പോയിന്റ് എന്താ പറയുക നിങ്ങൾക്ക്? A എന്ന പോയിന്റ്, ലിസൺ, ഇലാസ്റ്റിക് ലിമിറ്റ് അല്ല, പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്. എന്താണ്? പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്. Now, what is B? B is known as
elastic limit. And C is yield point. C is yield point. D, ultimate strength. E, ultimate strength. And E is known as fracture point. Fracture point. എല്ലാ പോയിന്റ്സും പഠിച്ചു വെക്കുക. ചോദിച്ചത് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. ആ പോയിന്റ് വരെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുള്ളൂ. എ എന്ന പോയിന്റ് വരെ ഹുക്സ് ലോ ഹോൾഡ് ചെയ്യുള്ളൂ. സിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ട്രെസ്സിൽ ഇൻക്രീസ് ഇല്ലാണ്ട് സ്ട്രെയിൻ ഉണ്ടാകും. ആ ബോഡിക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആണ് ഡി എന്ന പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയാം. ഈ എന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ്സിൽ ആ ബോഡി എന്ത് ചെയ്യും? പൊട്ടും. ഓക്കെ അല്ലേ? യെസ് യെസ് യെസ്. ആര്യ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് പറഞ്ഞു. ഇതിന് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നും പറയാറുണ്ട് കേട്ടോ. യെസ്. നെക്സ്റ്റ്, ഫോർ മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ പോലത്തെ മെറ്റീരിയൽസിന് ഡി ആൻഡ് ഇ ആർ. ഡി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രാക്ചർ പോയിന്റും എന്തായിരിക്കും? ക്ലോസ് ആയിരിക്കോ ഫാർ അപ്പാർട്ട് ആയിരിക്കോ? അത് രണ്ടും ഫാർ അപ്പാർട്ട് ആയിരിക്കും. ബിക്കോസ് കോപ്പർ ഈസ് എ എന്താണ്? എന്ത് മെറ്റീരിയൽ? ഡക്ടൈൽ മെറ്റീരിയൽ കേട്ടോ. അതുകൊണ്ട് റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ, ശ്രദ്ധിക്കൂ. ഈ ക്വസ്റ്റ്യനിൽ the stress strain curve of two bodies A and B are given in the figure. Yes, now listen. ഇവിടെ സ്ട്രെയിൻ ആണ്, ഇവിടെ സ്ട്രെസ് ആണ്. സ്ട്രെയിൻ ആണ്, സ്ട്രെസ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ്. Which of the material has greater Young's modulus? ഇതിൽ ആർക്കാണ് greater Young's modulus? Young's modulus of A is greater than Young's modulus of B. എപ്പോഴും ഗ്രാഫ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ സ്ട്രെസ്സും ഇവിടെ സ്ട്രെയിനും അല്ലേ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ പറഞ്ഞു, ഇതുള്ള ആൻസർ പറഞ്ഞു. വിച്ച് ഓഫ് ദി ടു മെറ്റീരിയൽ ഈസ് പ്രിഫറബിൾ ടു യൂസ് ആസ് എ റോപ്പ് ഇൻ ക്രെയിൻ? ക്രെയിന്റെ റോപ്പായിട്ട് ഉപയോഗിക്കല് നല്ല മോർ ഇലാസ്റ്റിക് മെറ്റീരിയൽസിനെ ക്രെയിന്റെ റോപ്പായിട്ട് ഉപയോഗിക്കാം. മോർ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലുള്ള ആള്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അല്ലേ യങ്സ് മോഡുലസ്? അപ്പൊ യങ്സ് മോഡുലസ് കൂടുതലുള്ള ആള്. അപ്പൊ ആരെയാണ് നമ്മൾ ക്രെയിന്റെ റോപ്പായിട്ട് യൂസ് ചെയ്യല്? മെറ്റീരിയൽ എനെ. നെക്സ്റ്റ്, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ എന്ന് പറഞ്ഞുണ്ട്. എന്താണ് ആൻസർ ചെയ്ത? ബിക്കോസ് ദ റോപ്പ് ഓഫ് ക്രെയിൻ ഷുഡ് ഹാവ് മോർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ അല്ലേ? അത് പറഞ്ഞാൽ മതി. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിക് കൂടുതൽ എ ആണ്, അതുകൊണ്ട് എ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ആൻസർ പറഞ്ഞു, 10ന്റെ ആൻസർ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് കഴിഞ്ഞു. ചാപ്റ്റർ ഈസ് ഓവർ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ പിന്നെ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടി ഉണ്ട്. The maximum height of mountain is considered as less than or equal to 10 kilometer. ഒരു മൗണ്ടൈന്റെ മാക്സിമം ഹൈറ്റ് 10 കിലോമീറ്റർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. മാക്സിമം 10 കിലോമീറ്റർ ആണ്. അത് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ ചോദിക്കും, അതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, സോ ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ലാസ്റ്റ് ടോപ്പിക്സ് വരുന്നതാണ്. ഒരു മലയുടെ ഹൈറ്റ്, ഒരു മൗണ്ടൈന്റെ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് 10 കിലോമീറ്റർ എന്നുള്ള സംഭവം, ആ ഒരു കോൺസെപ്റ്റ് ഒന്നും കൂടി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഇതിൽ പഠിച്ചു വെക്കണം. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കേട്ടോ. പിന്നെ സ്ട്രെസ് സ്ട്രെയിന്റെ സംഭവം തന്നെ ഉക്സിലോ ആ ഗ്രാഫും സംഭവങ്ങളും കൃത്യമായി പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ മക്കളെ? ഒന്ന് കമന്റ് ചെയ്തേ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് നീങ്ങാം. യെസ്, വേമ്പറ 10ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മൾ 10ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. 10ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. യെസ്, എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുകയല്ലേ എപ്പോഴും? യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതുവരെ കഴിഞ്ഞ എക്സാമിനേഷന് നമുക്ക് കഴിഞ്ഞ എല്ലാ എക്സാമിനും A+ കിട്ടും എന്ന് ഉറപ്പുള്ള എത്ര ആൾക്കാരുണ്ട് നോക്കട്ടെ? കഴിഞ്ഞ എല്ലാ എക്സാമിനും A+ കിട്ടും എന്ന് ഉറപ്പുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. പോകാം. വിഷ്ണുപ്രസാദ് പൊളി. ആര്യ വെരി ഗുഡ്.
സാന്ദ്ര ഡേവിസ് പൊളി, അടിപൊളി. ആ ഒരു കോൺഫിഡൻസ് അടിപൊളി, വെരി ഗുഡ്. ആസിയ ഷെഹീർ കിട്ടും, ഓക്കെ. ഓക്കെ, അനിൽ പി ടി എ എന്ന് പറയുന്നുണ്ട്. അനിൽ എം കെ കിട്ടും. ഞാൻ വാങ്ങും എന്നായിരിക്കും അനിൽ കെ ടി ഉദ്ദേശിച്ചത് അല്ലേ? യെസ് യെസ് യെസ്, റൈറ്റ്. ആയിക്കോട്ടെ, സമയം കളയണ്ട. അടുത്ത ടോപ്പിക് മീൻസ് ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നെക്സ്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. സോ മക്കളെ, പറഞ്ഞല്ലോ അസിയക്ക് കിട്ടും, എന്തായാലും കിട്ടും. കിട്ടട്ടെ. Now listen. So question number 1. A car having mass 1350 kg is placed in a hydraulic lift. അടാ മക്കളെ, ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. എന്താണ്? ഇറ്റ്സ് എൻ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ നമ്മൾ ആരെ വെച്ചിട്ടുണ്ട്? ഒരു കാറിനെ വെച്ചിട്ടുണ്ട്, ലൈക്ക് ദിസ്. ഓക്കെ, നൗ കാർ ഹാവിംഗ് മാസ് 1350 കിലോഗ്രാം. സോ ഈ കാറിന്റെ മാസ് ആണ് 1350 കിലോഗ്രാം എന്ന് പറയുന്നത്. നൗ ഇഫ് ദ റേഡിയസ് ഓഫ് ദി സ്മോൾ പിസ്റ്റൺ ഈസ് 5 സെന്റിമീറ്റർ, ഇവിടുത്തെ റേഡിയസ് 5 സെന്റിമീറ്റർ ആൻഡ് ദ റേഡിയസ് ഓഫ് ലാർജ് പിസ്റ്റൺ ഈസ് 15 സെന്റിമീറ്റർ. സോ ഇവിടുത്തെ റേഡിയസ് 15 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് the amount of force to be exerted on the small piston to lift the car. അപ്പം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ ലിസൺ. ആ കാറിനെ ലിഫ്റ്റ് ചെയ്യാൻ എത്ര ഫോഴ്സ് ഇവിടെ കൊടുക്കണം? അപ്പൊ ഇവിടെ പാസ്കൽസ് ലോ പ്രകാരം ഇവിടുത്തെ പിസ്റ്റന്റെ ഏരിയ സ്മോൾ എ എന്ന് വിചാരിക്കുക, അവിടുത്തെ പിസ്റ്റന്റെ ഏരിയ ക്യാപിറ്റൽ എ എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് മുകളിലേക്കായിട്ട് കിട്ടുന്ന ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറും അവിടുത്തെ പ്രഷറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് F by A is equal to F by A. Yes. Now listen. From here we want to find small f is equal to F by A into small a. That is equal to എന്താ മക്കളെ? ക്യാപിറ്റൽ എഫ്. ഇവിടെ എത്ര ഫോഴ്സ് നമുക്ക് കിട്ടണ്ടേ? ഈ കാറിന്റെ വെയിറ്റ് എന്താണോ അത്രയും ഫോഴ്സ് മുകളിലേക്ക് വരണം. കാറിന്റെ വെയിറ്റ് എന്താ? mg. ഓക്കെ, സോ എഫ് എന്ന് പറഞ്ഞാൽ mg എന്ന് കൊടുക്കാം ഇൻടു എ സ്മോൾ പിസ്റ്റൺ ഏരിയ ബൈ വലിയ പിസ്റ്റൺ ഏരിയ ഇസ് ഈക്വൽ ടു m 1350 ഇൻടു ജി 9.8 എടുക്കുമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 9.8 ഇൻടു ഏരിയ സ്മോൾ പിസ്റ്റന്റെ ഏരിയ. അതെങ്ങനെ കാണുക? റേഡിയസ് അറിയാം, പൈ ആർ സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്താ? പൈ ഇൻടു റേഡിയസ് എത്ര? 5 10⁻², സെന്റിമീറ്റർ മീറ്റർ ആക്കി, പൈ ആർ സ്ക്വയർ ബൈ അടുത്ത എന്താ? ക്യാപിറ്റൽ എ, അവിടുത്തെ ഏരിയ. അതെന്താ? പൈ ഇൻടു റേഡിയസ് 15 ഇൻടു 10⁻² ആണ്. അതിന്റെ സ്ക്വയർ ഉണ്ടാവും, റേഡിയസിന്റെ സ്ക്വയർ ഉണ്ടാവും. നൗ ഫ്രം ഹിയർ പൈ ക്യാൻസൽ ഔട്ട് ചെയ്യും. ഈ 10⁻²² ഇല്ലേ, അത് രണ്ടും എന്തായാലും ക്യാൻസൽ ഔട്ട് ആവും. സോ ബാക്കി എന്താ ഉണ്ടാവുക? 1350 ഇൻടു 9.8 ഇൻടു 9.8 ഇൻടു 5 സ്ക്വയർ ബൈ താഴെ 15 സ്ക്വയർ എന്നുണ്ടാവും. ഓക്കെ, എന്നാൽ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുമോ അത്രയും ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. റൈറ്റ്, റെഡി? ഓക്കെ, സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നേരെ ആൻസറിലേക്ക് എത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 2020 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നോക്കൂ. എന്താ? Derive an expression for capillary rise of a liquid in a capillary tube. ഒരു capillary ട്യൂബിലുള്ള capillary റൈസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. 3 മാർക്സിനാ ചോദിക്കുന്നത്. സോ മക്കളെ നോക്ക്, ഒരു capillary ഇതാ ഒരു ബീക്കറിൽ എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് മുക്കി വെച്ചിട്ടുണ്ട്? ഒരു capillary ട്യൂബ് മുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ capillary ട്യൂബിൽ റൈസ് ഉണ്ടാകും. മുകൾ ഭാഗം ഇങ്ങനെ കോൺകേവ് മെനിസ്കസിൽ ഉണ്ടാവും. സോ അത് നമ്മൾ വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ, ഒന്ന് മാറ്റി വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ, ലിസൺ, കാപ്പിലറി ട്യൂബ് ആണ്. ഇവിടെ നിങ്ങൾ ഇതാ അങ്ങനെ കുഴിഞ്ഞാണ് കാണുക. ഓക്കെ,
സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ലിസൺ, ശരിക്കും ഇവിടെ ആരാണ് കാപ്പിലറി റൈസിന് ഉത്തരവാദി ചോദിച്ചാൽ സർഫസ് ടെൻഷൻ ആണ് കാപ്പിലറി റൈസിന് ഉത്തരവാദി. അപ്പൊ കാപ്പിലറി റൈസ് ഉണ്ടാക്കിയത് സർഫസ് ടെൻഷൻ ആണ്. ഈ സർഫസ് ടെൻഷൻ ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യും, ഇവിടെ ഇങ്ങനെയും ആക്ട് ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ദാ ഇങ്ങനെയാണ് ഷേപ്പ് ഉണ്ടാവുക, ഇങ്ങനെയാണ് ഷേപ്പ് ഉണ്ടാവുക. ശരിക്കും ദാ ലൈക്ക് ദിസ്, ഇങ്ങനെ ഷേപ്പാണ് ഉണ്ടാവുക. ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നോക്കിയാൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചുറ്റോട് ചുറ്റും സർഫസ് ടെൻഷൻ കൊണ്ടുള്ള എന്തുണ്ടാവുക, ഫോഴ്സ് ഉണ്ടാവും. സോ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് മാർക്ക് ചെയ്യാം, തീറ്റ മാർക്ക് ചെയ്യാം. അത് തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും, തീറ്റയായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഫോഴ്സ്, ആ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആണ്. അവിടെ ഫോഴ്സ് മാർക്ക് ചെയ്യണം. ആ ഫോഴ്സ് എന്താണ്, ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു ലെങ്ത് ആണ് വരിക. എത്ര ലെങ്ത്തിലേക്കാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക അറിയോ? ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ സംഭവം ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാവുക, കുഴിഞ്ഞതാ ഇങ്ങനെ ഉണ്ടാവുക ആ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. അപ്പം ആ സർഫസ് ടെൻഷന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മീൻസ് ലെങ്ത് പറഞ്ഞാൽ ഇത്രയും ലെങ്ത്തിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം പറയാം. ആ ലെങ്ത് പറഞ്ഞാൽ എന്താ, 2πr, പെരിമീറ്റർ സർക്കുലർ ഷേപ്പിന്റെ. സോ 2πr ഇത്രയും ഫോഴ്സ് ആണ് നമ്മുടെ ഈ ഒരു വക്കിൽ ഫുള്ളായിട്ട് ചുറ്റോട് ചുറ്റും ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഒരു ഫോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഫോഴ്സ് ഈ ചുറ്റോട് ചുറ്റിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്നുണ്ട്, എല്ലാ ഭാഗത്തുനിന്നും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. 3D ആണ്, കറക്റ്റ് വരച്ചിടാൻ കഴിയില്ല. ഓക്കെ, സോ എനിവേ ലിസൺ, എസ് ഇൻറ്റു 2πr ആണ് ഈ ചുറ്റോട് ചുറ്റും ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അതിങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. സോ ഇങ്ങനെ 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 ഉണ്ടാവും, ലൈക്ക് ദിസ് ഫോഴ്സ്. ഓക്കെ, ചുറ്റോട് ചുറ്റും ഇങ്ങനെ ആ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഫോഴ്സിന്റെ കോസ് തീറ്റ കമ്പോണന്റ് എങ്ങോട്ടേക്ക് ഉണ്ടാവൂടാ, എഫ് കോസ് തീറ്റ കമ്പോണന്റ് മുകളിലേക്ക് ഉണ്ടാകും. പിന്നെ ഇങ്ങനെ എഫ് സൈൻ തീറ്റ കമ്പോണന്റും ഉണ്ടാവും. ഓക്കെ, എഫ് കോസ് തീറ്റയും എഫ് സൈൻ തീറ്റയും ഉണ്ടാവും. അതിന് ശരിക്കും എല്ലാരും എഫ് സൈൻ തീറ്റ കമ്പോണന്റ്സ് പരസ്പരം ക്യാൻസൽ ആയി പോകും. ഇനി പിന്നെ ഉണ്ടാവാൻ ആര് മാത്ര, എഫ് കോസ് തീറ്റ കമ്പോണന്റ്, എല്ലാരും എഫ് കോസ് തീറ്റ കമ്പോണന്റ് മുകളിലേക്ക്. അപ്പൊ മൊത്തത്തിൽ ഒരു എഫ് കോസ് തീറ്റ കമ്പോണന്റ് എങ്ങോട്ട് കിട്ടി, അപ്വേർഡ്സ് കിട്ടി. അപ്പൊ ആ എഫ് കോസ് തീറ്റ ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ലിക്വിഡിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ലിക്വിഡിന്റെ മുകളിലേക്ക് കൊണ്ടുപോയ അപ്വേർഡ് ഫോഴ്സ് ഏതാ? സോ അപ്വേർഡ് ഫോഴ്സ്, അപ്വേർഡ് ടോട്ടൽ ഫോഴ്സ്, അപ്വേർഡ് ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ that force is equal to s into 2πr ആണ്. ഓക്കെ, s into 2πr അല്ല, f cos theta. ഇങ്ങനെ ഇതാ, f cos theta ആണ്. f എന്ന് പറഞ്ഞാൽ s into 2πr ആണ്, into എന്തുണ്ടാവുക, cos theta. ഇതാണ് ശരിക്കും ഈ ലിക്വിഡിന്മേൽ മുകളിലേക്കായി ആക്ട് ചെയ്യപ്പെട്ട ഫോഴ്സ്. ആ ഫോഴ്സിലാണ് ഈ ലിക്വിഡ് മുകളിലേക്ക് പൊങ്ങി വന്നത്. എത്ര ഹൈറ്റ് പൊങ്ങി അറിയോ, h ഹൈറ്റ് പൊങ്ങി. എത്ര ഹൈറ്റ് പൊങ്ങി, h ഹൈറ്റ് പൊങ്ങി. അപ്പൊ h ഹൈറ്റ് പൊങ്ങിയത് കൊണ്ട് അത്രയും വെയിറ്റിനെ ഈ ഫോഴ്സ് എന്ത് ചെയ്യണം, പൊക്കി കൊണ്ടുപോകണല്ലോ, പോകണം. എത്ര വെയിറ്റിനെ പൊക്കാൻ പറ്റും, ഈ ഫോഴ്സ് എത്ര ഉണ്ടോ അത്രയും വെയിറ്റിനെ പൊക്കാൻ പറ്റും. സോ വെയിറ്റ് ഓഫ് ലിക്വിഡ് റൈസ്ഡ്, റൈസ് ചെയ്യപ്പെട്ട ലിക്വിഡിന്റെ വെയിറ്റ് എങ്ങനെയൊക്കെയാണ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു വോളിയം, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു വോളിയം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ എന്തായി, മാസായി, ഇൻറ്റു ജിയും കൂടി ചെയ്താൽ എന്തായി, വെയിറ്റ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം. എങ്ങനെയൊക്കെയാണ്, ഈ സർക്കുലർ പൈപ്പിന്റെ ഏരിയ ഇൻറ്റു ഈ എച്ച് അടിച്ചാൽ മതി. അപ്പൊ ഞാൻ എഴുതാണ് എ എച്ച് എന്ന് അടിച്ചു വോളിയത്തിനെ, ഇൻറ്റു ജി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇത്രയും വെയിറ്റിനെ ഇവന് പൊക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് ഇപ്പൊ പൊങ്ങി നിൽക്കുന്നുണ്ട്. ആ വെയിറ്റ് ഓക്കെ ഈ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. കാരണം ഈ ഫോഴ്സ് കൊണ്ടാണല്ലോ ഈ വെയിറ്റിനെ പൊക്കിയത്. അപ്പൊ ഈ ഫോഴ്സ് എത്ര ഉണ്ടോ അത്ര വെയിറ്റിനെ പൊക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് പറയാം എസ് ഇൻറ്റു 2πr, എനിക്ക് ഇങ്ങനെ എഴുതാം, റോ ഇൻറ്റു എ എച്ച് ജി ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 2πr കോസ് തീറ്റ എന്നെഴുതാം. ഓക്കെ, സോ ഇനി ഇവിടെ നമുക്ക് എച്ച് ആണ് നിർത്തി ബാക്കിയൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്താ വരിക, എച്ച് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 2πr കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ഉണ്ട്
എ ഉണ്ട്, പിന്നെ ആരുണ്ട്, ജി ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എനെ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എന്താ മക്കളെ വരിക? എസ് ഇൻറ്റു 2πr ഇൻറ്റു കോസ് തീറ്റ ബൈ റോ ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു ജി എന്ന് വരും. ഒരാറും ഒരു പൈയും കട്ടായാൽ ബാക്കി എന്താ മക്കളെ ഉണ്ടാവുക നോക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ ആർ റോ ജി. ഒരാറും ഒരു റോയും ഒരു ജിയും ബാക്കിയുണ്ട്. സോ എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ് കിട്ടി. 2s cos theta by r rho g is the right answer. ഓക്കെ, ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നുകൂടി ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത്ര നമുക്ക് സമയമല്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഈ കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? റെഡി? വേഗം കമന്റ് ചെയ്യ്. സോ ആ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. എന്താ മക്കളെ? 2s cos theta by r rho g. റെഡി ആണോ? വേഗം കമന്റ് ചെയ്തേ. യെസ്, സെറ്റാണ്, സെറ്റാണ്. ഈ മക്കളെ നിങ്ങളെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, തീറ്റ വാല്യൂ ഇപ്പൊ നിങ്ങൾക്ക് ഈ കോസ് തീറ്റ വാല്യൂ നിങ്ങൾ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വാല്യൂ കൊടുക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ ഇപ്പൊ എച്ചിന്റെ വാല്യൂ പ്ലസ് ആ കിട്ടുക. എപ്പോഴെങ്കിലും എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാപ്പിലറി റൈസ് അല്ല നടന്നത്, കാപ്പിലറി ഡിപ്രഷൻ നടന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ എച്ച് പോസിറ്റീവ് വാല്യൂ കിട്ടുന്നതെങ്കിൽ കാപ്പിലറി റൈസും, എച്ച് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ കാപ്പിലറി ഡിപ്രഷനുമാണ് എന്ത് ചെയ്യാൻ നടക്കുക എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ ശ്രദ്ധിക്കുക, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ ടെർമിനൽ വെലോസിറ്റി. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്താണ് എന്ന് മക്കളെ ലിസൺ. ഒരു ഫ്ലൂയിഡിലൂടെ മക്കളെ ഒരു സ്ഫെറിക്കൽ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ആ സ്ഫെറിക്കൽ ബോഡിയുടെ അല്ലെങ്കിൽ ആ സ്ഫെറിക്കൽ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് പൂജ്യമാകുന്ന ആ ഇൻസ്റ്റന്റിൽ ആ ബോഡി അക്വയർ ചെയ്യുന്ന വെലോസിറ്റി ആണ് എന്ത്? ടെർമിനൽ വെലോസിറ്റി. എന്താണ്? It is the velocity with which a body acquired at that instant its total the net force on that body will be zero. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, it is the velocity with which the net force on a spherical body which moves through a fluid becomes zero. Yes, ഈ ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നോക്കാം. സോ ലിസൺ. അപ്പോൾ ഒരു സ്ഫെറിക്കൽ ബോഡി ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടിക്കൂടി വരും. ഒരു പ്രത്യേക വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്താകും? പൂജ്യമാകും. അപ്പൊ ഒരു ബോഡിയിൽ, ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ സ്ഫെറിക്കൽ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് പൂജ്യമാകുന്ന ഇൻസ്റ്റന്റിൽ ആ ബോഡി ഗെയിൻ ചെയ്ത വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? ടെർമിനൽ വെലോസിറ്റി. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ടെർമിനൽ വെലോസിറ്റി എന്താ നമ്മൾ പറഞ്ഞു? റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. മക്കളെ പഠിച്ചു വെക്കണം. Terminal velocity of a body is equal to 2/9 eta into r square g by rho s minus rho f. മക്കളെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഓക്കെ, where eta is the coefficient of viscosity of this fluid, r is the radius of this spherical body, g നിങ്ങൾക്ക് അറിയാം. റോ എസ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ഡെൻസിറ്റി ആണ്, റോ എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ്. ദാറ്റ്സ് ഓൾ. റെഡി? അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ആ ടെർമിനൽ വെലോസിറ്റി എന്ന ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി 99.9% ഉറപ്പുള്ള ഒരു സാധനമാണ് ഈ ഒരു സാധനം, ബെർണോളീസ് പ്രിൻസിപ്പിൾ. ഇത് പഠിക്കാണ്ട് എക്സാം ഹാളിൽ പോവരുത്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. സോ നോക്കടാ, കൺസിഡർ എ ഫ്ലൂയിഡ് മൂവിംഗ് ഇൻ എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ആസ് ഷോൺ ഇൻ ഫിഗർ. A1 A2 are cross sectional areas of pipe. V1 V2 are the velocities of fluids. ഒക്കെ തന്നിട്ടുണ്ട്. Now state Bernoulli's principle. Bernoulli's principle state ചെയ്യണം. എന്താ മക്കളെ Bernoulli's principle? For an ideal fluid flow, the sum of pressure energy, kinetic energy and potential energy per unit volume of a fluid will be
എ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. അതാണെന്ത് ബെർണോളീസ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഓക്കെ, അതായത് ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഇങ്ങനെയും കൂടി എഴുതി വെക്കുക. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് എച്ച് റോ ജി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നും കൂടി എഴുതി വെച്ചാൽ അത് വൃത്തിയായി. ഓക്കെ അല്ലേ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൃത്തിയായി. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താ? ഡിറൈവ് ബെർണോളീസ് ഇക്വേഷൻ. ബെർണോളിന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. നൗ ലിസൺ. ബെർണോളിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ എന്തായാലും ചോദിക്കും. ശ്രദ്ധിക്കുക കേട്ടോ. ലിസൺ. ഒരു ഫ്ലൂയിഡ് ഇതാ ഇങ്ങനെ ഒഴുകി പോവാന്ന് വിചാരിക്കുക. ലൈക്ക് ദിസ്. ഇങ്ങനെ ഫ്ലൂയിഡ് ഒഴുകി പോകുന്നു. സോ ഇവിടുന്ന് P1 പ്രഷറിൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? P1 പ്രഷറിലാണ് എൻ്റർ ചെയ്യുന്നത്. ലീവിംഗ് പ്രഷർ P2 ആണ്. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2. ഇവിടുന്ന് ഫ്ലൂയിഡ് ഒരു ഡെൽറ്റ എക്സ് ഫ്ലൂയിഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് മുമ്പോട്ടേക്ക് ഉണ്ടായി, ഡെൽറ്റ x1. അപ്പോൾ ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ x2 ആയിരിക്കും. കാരണം ഏരിയയിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടാവും. സോ ഡെൽറ്റ x2 കാണിക്കാം. നെക്സ്റ്റ് ഇവരെ ഹൈറ്റ്സ്. ലിസൺ. ഡാറ്റം ലൈൻ ആണ്, റെഫറൻസ് ലൈൻ ആണ്. അവിടുന്ന് ഒന്നാമത്തെ സെക്ഷനിലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് h1ഉം രണ്ടാമത്തെ സെക്ഷനിലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് h2ഉമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി മക്കളെ ഇവിടെ ശരിക്കും നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി എന്ന കോൺസെപ്റ്റ് വെച്ചാണ് ബെർണോളി പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ എത്തുന്നത് കേട്ടോ. കൺസർവേഷൻ ഓഫ് എനർജി എന്ന കോൺസെപ്റ്റ് ആണ്. സോ ഇവിടെ മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ work done in first section will be equal to work in the equation force into displacement ആണ്. ആ ഇക്വേഷൻ ഞാൻ കൊടുക്കുമ്പോൾ F1 into ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദിസ് ഫ്ലൂയിഡ് ഡെൽറ്റ x1 ആണ്. സോ ഡെൽറ്റ x1 എന്ന് കൊടുക്കാം. F1 എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് എനിക്ക് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കൊടുക്കാം. സോ പ്രഷർ എത്ര? P1 ഇൻറ്റു ഏരിയ A1 ഇൻറ്റു ഡെൽറ്റ x1 എന്ന് വരികയും അതെന്താ? ഏരിയ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഈ ഡെൽറ്റ എക്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? വോളിയം കിട്ടുക. എന്ത് വോളിയം? മീൻസ് ഇവന് എത്ര ഫ്ലൂയിഡ് എൻ്റർ ചെയ്തു, ആ എൻട്രിങ് പിന്നെ വോളിയം ഓഫ് ഫ്ലൂയിഡ് കിട്ടി. അപ്പൊ എന്താ? P1 ഡെൽറ്റ വി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത കാര്യം മക്കളെ, എന്താണ് വർക്ക് ഡൺ അറ്റ് സെക്ഷൻ 2? വർക്ക് ഡൺ അറ്റ് സെക്ഷൻ 2 പറയുകയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് F2 ആണ്, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ x2 ആണ്. സോ എന്ത് വരും? P2 A2 into delta x2. A2 ഡെൽറ്റ x2 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് പുറത്തേക്ക് ചാടി പോകുന്ന വോളിയം. ഇവിടെ എത്ര വോളിയം എൻ്റർ ചെയ്യോ അത് തന്നെ വോളിയം ചാടിയും പോകും. അപ്പൊ എന്താ? ഈ A2 ഡെൽറ്റ x2 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ വി എന്ന് എഴുതുക അല്ലെ. അപ്പൊ എന്താ വരിക? P2 ഡെൽറ്റ വി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ A1 ഡെൽറ്റ x1ഉം A2 ഡെൽറ്റ x2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത മക്കളെ, നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഫസ്റ്റ് സെക്ഷൻ ഞാൻ എഴുതാൻ പോവാണ്. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഫസ്റ്റ് സെക്ഷൻ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാണാം? mgh ആണ് ഇക്വേഷൻ. മാസിനെ ഞാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാക്കി, ഇൻറ്റു ജി ഇൻറ്റു എച്ചിനെ h1 എന്ന് എഴുതി. ഓക്കെ, സോ mgh1. Now what is potential energy at second section? That is equal to mgh2 ആയിരിക്കും വരിക. എന്താ? ഡെൻസിറ്റി ഇൻറ്റു ഡെൽറ്റ വി. ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്താ? മാസ ഇൻറ്റു എന്തുണ്ടാവൂടാ? ജി ഇൻറ്റു എന്തുണ്ടാവൂടാ? h2 ഉണ്ടാവും. സോ ഈ സെക്ഷനിലെയും ആ സെക്ഷനിലെയും പൊട്ടൻഷ്യൽ എനർജികളും കണ്ടെത്തി. വർക്ക് ഡൺ പൊട്ടൻഷ്യൽ എനർജിയും കണ്ടെത്തി. ഇനി അടുത്ത മക്കളെ കൈനറ്റിക് എനർജി അറ്റ് ഫസ്റ്റ് സെക്ഷൻ. എന്താ? ഫസ്റ്റ് സെക്ഷൻ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് എം v1 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് എന്താ? ഡെൻസിറ്റി ഇൻറ്റു എന്താ? വോളിയം ഇൻറ്റു എന്തെഴുതാം? v1 സ്ക്വയർ എന്ന് എഴുതാം. നൗ വാട്ട് ഈസ് കൈനറ്റിക് എനർജി ഓഫ് ദിസ് ഫ്ലൂയിഡ് അറ്റ് സെക്ഷൻ 2? എന്താ? ke2 എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു v2 സ്ക്വയർ എന്ന് വരും. ഇനി നിങ്ങൾ ഈ കണ്ട ഇക്വേഷൻ ഒക്കെ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ലിസൺ, ഒന്നാമത്തെ സെക്ഷനിൽ ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ അതിന് ചെയ്യാൻ കഴിയുന്ന അതിന്റെ എബിലിറ്റി ടു ഡു വർക്ക്, ആ വർക്കും അതുപോലെ ഒന്നാമത്തെ സെക്ഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയും ഒന്നാമത്തെ സെക്ഷനിലെ കൈനറ്റിക് എനർജിന്റെയും സമ്മ് എന്തിന് ഈക്വൽ ആണ്? രണ്ടാമത്തെ സെക്ഷനിൽ ആ ബോഡിക്ക് ചെയ്യാൻ പറ്റും, മീൻസ് ആ ഫ്ലൂയിഡിന് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഡണ്ണിനും ആ ഫ്ലൂയിഡിന്റെ പൊട്ടൻഷ്യൽ എനർജിന്റെയും
ആ ഫ്ലൂയിഡിന്റെ കൈനറ്റിക് എനർജിന്റെ സമ്മിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ at first section plus potential energy of that body at section 1 plus kinetic energy of that body at section 1 will be equal to work done at section 2 plus potential energy at section 2 plus kinetic energy at section 2. Right? Substitute ചെയ്യുമ്പോൾ മക്കളെ എന്താ വരാ നോക്ക്. First work done P1 delta V plus PE1 എന്താ rho delta V GH1 KE1 എന്താ half rho delta V V1 square is equal to work done at section 2 എന്താ അത് P2 delta V plus potential energy at section 2 എന്താ rho delta V GH2 plus what is kinetic energy at section 2 that is half rho delta V into V2 square ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡെൽറ്റ വി കോമൺ ആണ്. രണ്ടും ഡെൽറ്റ വി രണ്ട് സൈഡിലും ഡെൽറ്റ വി കോമൺ ആയതുകൊണ്ട് ഇവിടും ഡെൽറ്റ വി പുറത്തേക്ക് എടുക്കും, അവിടുന്ന് പുറത്തേക്ക് അത് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ കാര്യം ചെയ്യാം, ഡെൽറ്റ വി ഡെൽറ്റ വി ഡെൽറ്റ വി ഡെൽറ്റ വി ഡെൽറ്റ വി ഡെൽറ്റ വി പരിപാടി കഴിഞ്ഞ് എന്താ P1 പ്ലസ് ഇത് സെക്കൻഡ് ആക്കി എഴുതാം ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് H1 റോ ജി H1 റോ ജി is equal to അപ്പുറത്ത് P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് H2 റോ ജി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സെക്ഷനിലെ പ്രഷർ പ്ലസ് ഒന്നാമത്തെ സെക്ഷനിലെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ഒന്നാമത്തെ സെക്ഷനിലെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്തിന് ഈക്വലാ? ഇവരുടെ ഒക്കെ ഇവിടുത്തെ രണ്ടാമത്തെ സെക്ഷനിലെ സമ്മിന് ഈക്വലാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് എഴുതാം? ഇതാ P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് H rho G at any section will be a constant. It's very simple derivation. ഇതാണ് ഏറ്റവും സിമ്പിൾ വേയിൽ നമുക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റുക. എവരിബഡി ക്ലിയർ? യെസ് ഓർ നോ? വേഗം പറ, യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞോടാ? ബെർണോളി പ്രിൻസിപ്പിളിന്റെ പ്രൂഫ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് എന്നെ പഠിച്ചാൽ മതി. ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് കേട്ടോ. റെഡി? നെക്സ്റ്റ്, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ എന്തായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടോ? സ്റ്റോക്സ് ലോ എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് ലോ, when a spherical body moves through a fluid, then there will be a drag force on that spherical body which is directly proportional to its velocity, radius of the spherical body and coefficient of viscosity of the fluid. ഇതാണ് എന്ത്? സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോയിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് ഡ്രാഗ് ഫോഴ്സ് ഓൺ എ സ്ഫെറിക്കൽ ബോഡി is equal to 6 pi eta RV. ഇതിൽ 6 pi ഒരു കോൺസ്റ്റന്റ് ആണ്, ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, ആർ റേഡിയസ് ഓഫ് സ്ഫെറിക്കൽ ബോഡി ആണ്, ഈ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സ്ഫെറിക്കൽ ബോഡി ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, yes. This is the equation. ആ ഇക്വേഷൻ എഴുതിയാൽ മതി, മാർക്കായി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗിവൺ ഫിഗർ ഷോസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇത് നമ്മൾ നേരത്തെ വരച്ച ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ദ റേഡിയസ് ഓഫ് സ്മോൾ പിസ്റ്റൺ ഈസ് 5 സെന്റിമീറ്റർ. സ്മോൾ പിസ്റ്റൺ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ലാർജർ പിസ്റ്റൺ ഈസ് 15 സെന്റിമീറ്റർ. ഇവിടുത്തെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ഫോഴ്സ് എഫ്. ഈ ഫോഴ്സ് നിങ്ങൾ കാണണം. ഇഫ് ദ മാസ് ഓഫ് കാർ ടു ബി ലിഫ്റ്റഡ് ഈസ് 1350 കിലോഗ്രാം. ഇത് തന്നെയല്ലേ മക്കളെ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്? സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. ക്വസ്റ്റ്യന് ക്ഷാമമുള്ള മാതിരിയാണ്. ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ പാസ്കൽ ലോന്റെ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യനാ 5ഉം 15ഉം. കാറിന്റെ മാസം 1350 കിലോഗ്രാം അല്ലെ? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ.
നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആടാ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. What do you mean by capillary rise? What is the phenomenon responsible for it? Capillary rise എന്ന് പറഞ്ഞാൽ എന്താ? Is a phenomenon of rising the level of liquid through a narrow tube when it is dipped in a fluid. ഒരു നാരോ ട്യൂബ് ഫ്ലൂയിഡിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിലൂടെയുള്ള ഫ്ലൂയിഡ് ലെവൽ റൈസ് ചെയ്യുന്ന ഫിനോമിനൻ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? കാപ്പിലറി റൈസ്. Now, what is the phenomenon responsible for it? കാപ്പിലറി റൈസിന് ഏത് ഫിനോമിനൻ ആണ് റെസ്പോൺസിബിൾ? ക്യാൻ എനിബഡി സേ ഇറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, ആര്യ എപ്പോഴോ ഇതാ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണോ കാത്തോട്ട് അല്ലേ. ആൻസർ ഈസ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ ആണ് ആര്യ. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ 2 മാർക്ക് നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? When a metallic sphere falls through castor oil, its velocity becomes uniform, called terminal velocity. ഞാൻ പറഞ്ഞു ഒരു ഫ്ലൂയിഡിലൂടെ ഒരു സ്ഫെറിക്കൽ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്ക് എത്തും. That velocity is known as terminal velocity. Okay, now write the expression for terminal velocity. നമ്മൾ നേരത്തെ പറഞ്ഞു 2/9 eta r square g into rho s minus rho f. So a പറഞ്ഞു കഴിഞ്ഞു. Next, the terminal velocity of copper ball of radius 2 millimeter. So radius of a ball, ഒരു ബോളിന്റെ റേഡിയസ് എത്ര പറഞ്ഞിട്ടുണ്ട്? 2 millimeter ആണ്. എത്ര? 2 × 10⁻³ മീറ്റർ ആണ്. ഓക്കെ, സോ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് പറയാൻ പോണ്. The terminal velocity of copper ball of radius 2 mm falling through a tank of oil at 20 degrees Celsius is. അപ്പൊ v ടെർമിനൽ നിങ്ങൾക്ക് തന്നു എത്ര? 6.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? മീറ്റർ പെർ സെക്കൻഡ് ആവും. ഓക്കെ, നൗ compute the viscosity of the oil at 20 degrees Celsius. Density of oil. So density of oil, fluid density എത്രയാണ്? 1.5 10⁻³ ആണ്. Density of copper, solid density എത്രയാണ്? 8.9 into 10⁻³ ആണ്. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? Compute the viscosity. Yes, you want to find coefficient of viscosity, eta കാണണം. So what is the equation? Vt is equal to 2/9 eta into r square g into rho s minus rho f. കൺവേർഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഫ്രം ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ഈറ്റ. ഈറ്റ ഇങ്ങോട്ടേക്കും വി ടി അങ്ങോട്ടേക്കും. സോ 2/9 vt into r square g into rho s minus rho f എന്ന് വരും. റൈറ്റ്? നൗ 2/9 into vt ക്ക് എത്ര കൊടുക്കുക? 6.5 10⁻² കൊടുക്കുക into r square. r square എന്ന് പറയുമ്പോൾ 2 into 10⁻³ എന്തുണ്ടാവും? സ്ക്വയർ ഉണ്ടാകും. ജിയോ 10 into rho s minus rho f ഉണ്ടാവും അല്ലേ? എന്താണ്? rho s minus rho f ഉണ്ടാവും. എത്രയാണ് rho s ഉം rho f ഒക്കെ? rho s സോളിഡിന്റെ 8.9 10⁻³ ഓക്കെ, മൈനസ് rho f 1.5 10⁻³ കൊടുക്കുക. വാല്യൂസ് നേരെ കൊടുത്തിട്ടുണ്ട്. നേരെ ആൻസർ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ ആൻസർ. എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്യേണ്ട രീതി ഞാൻ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടേക്ക് കെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി. വൈ? മഴത്തുള്ളി ഒരാളെ തലയിൽ വീണിട്ട് ഇന്നേ വരെ ആരും മരിച്ചില്ല. ശരിയല്ലേ? എന്താ റീസൺ എന്ന് ചോദിച്ചാൽ ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്യുന്നുകൊണ്ടാണ്. അതായത് ഏതൊരു സ്ഫെറിക്കൽ ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുമ്പോഴും അതിന്റെ വെലോസിറ്റി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ കൂടി വരും. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ബോഡിന്റെ വെലോസിറ്റി ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വെലോസിറ്റിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മഴത്തുള്ളി റെയിൻ ഡ്രോപ്സ് ഹൈ വെലോസിറ്റിയിലേക്ക് എന്ത് ചെയ്യാത്തത്? എത്താത്തത്. അപ്പൊ നിങ്ങൾ അവിടെ പറയേണ്ടത് എന്ത് വെച്ചാ മക്കളെ? പറ. നിങ്ങൾ അവിടെ പറയേണ്ടത് റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് അണ്ടർ ഗ്രാവിറ്റി അക്വയേഴ്സ് എന്താണ്? ടെർമിനൽ വെലോസിറ്റി, സോ ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി ഡസ് നോട്ട് ഇൻക്രീസസ് മച്ച് ഹൈ വാല്യൂ. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഓൾ. അതാണ് സംഭവം. റെഡി അല്ലേ? യെസ്. അപ്പൊ സി ക്വസ്റ്റ്യന്റെയും ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ?
ഒരു പൈപ്പ് ഇത് കാണുമ്പോൾ തന്നെ ബെർണോളി ഞാൻ മനസ്സ് ഓർമ്മ വരും അല്ലേ എല്ലാവർക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ? എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം? ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ ദ പാർട്ടിക്കിൾ flows through a particular point will have the same velocity and it should follow the exact path of its preceding predecessor എന്നൊക്കെ പറയും. ഒന്നുമില്ല, ഇങ്ങനെ സിമ്പിൾ ആയി ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ the particle passing through a certain point will have the same velocity എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാൽ turbulent flow ആണെങ്കിലോ the particle passing through a fixed point will not have the same velocity. Okay, simple ആയിട്ട് അങ്ങനെ പറയാം. ഡിഫറൻസ് ബിറ്റ്വീൻ എന്ത് സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ അങ്ങനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം. ഫോർ സ്ട്രീം ലൈൻ ഫ്ലോ the value of Reynolds number will be less than 1000 and for turbulent flow the value of Reynolds number will be greater than 2000 എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. എന്ത് for streamline flow the velocity of fluid will be less than critical velocity എന്ന് പറയാം. Now for turbulent flow the velocity of the fluid flow will be greater than critical velocity എന്നൊക്കെ പറയാം. റെഡി? നെക്സ്റ്റ് അടുത്ത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നിങ്ങളോട് ബെർണോളി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. 3 മാർക്കാണ് കണ്ടോ. അപ്പോൾ നമുക്കിവിടെ 5 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടിക്കാൻ പറ്റും. റെഡി? യെസ്. നെക്സ്റ്റ് അടുത്ത് ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ ഫോർ ദ സ്ട്രീംലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ്. മക്കളെ 9A ആൻസർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഗർ മീൻസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ. എ എന്ന ഫിഗർ ഉണ്ട്, ബി എന്ന ഫിഗർ. ആ ഫിഗർ നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാകും. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചുതരാം. അവിടെ നോക്കട്ടാ, നോക്കട്ടാ. ലിസൺ, ഇത് ഫിഗർ എ ആണ്. ഓക്കെ, ഫിഗർ എയും ഉണ്ട്, ഫിഗർ ബിയും ഉണ്ട്. ലിസൺ, ഇവിടെ രണ്ട് ഫിഗേഴ്സ്. ഇതിൽ വ്യത്യാസം എന്താണുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്ക്, ലിസൺ, വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ലെവലിലാണ് ലിക്വിഡ് ഉള്ളത്, ഇവിടെ ആണെങ്കിൽ ലിക്വിഡ് ലെവൽ കുറച്ചും കൂടി കൂടുതലാണ്. ഈ കേസിൽ ഇവിടെ ലിക്വിഡ് ലെവൽ കൂടുതൽ, ഇവിടെ ലിക്വിഡ് ലെവൽ കുറവ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആര് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത് ഫിഗർ എ ആൻഡ് ദിസ് ഫിഗർ ഈസ് ബി. ഇതിൽ ഏത് ഫിഗറാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഫിഗർ ആണോ ഈ ഫിഗർ ആണോ? അപ്പൊ ഞാൻ പറയുന്നു ഈ ഫിഗർ ആണ്, ബി ഫിഗർ ആണ് കറക്റ്റ് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം എന്താ? വേം പറഞ്ഞേ, വേം പറഞ്ഞേ, വേം പറഞ്ഞേ, വേം പറഞ്ഞേ, വേം പറഞ്ഞേ, വേം പറഞ്ഞേ. നിങ്ങളുടെ അഭിപ്രായം. അലീന നേരത്തെ പറഞ്ഞു ബി ആണ്, ബി ആണ്. ഏത്? സോറി, ചോദിച്ചെന്താ? ടു ഫിഗർ ഈസ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഏതാണ്? ഇൻകറക്റ്റ്. ലിസൺ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെറ്റായിട്ടുള്ളത് നമ്മൾ പറയണ്ടേ. റെഡി? ഓക്കെ, കമന്റ് ചെയ്യ്. യെസ്. ഇവിടെ നോക്ക്. ഇവിടെ ഈ ഒരു റീജിയനിൽ ഇവിടെ നെക്കാണ്. നെക്കിൽ ഈ ഒരു പോർഷനിൽ ലിസൺ, ഈ ഒരു പോർഷൻ ഇവിടെ നിൽക്കട്ടെ. ലിസൺ, ഈ ഒരു പോർഷനിൽ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താ? കുറവാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ അവിടുത്തെ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യും കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം. ഇനി വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രഷർ കുറയും. പ്രഷർ കുറയുന്നത് കൊണ്ട്, ലിസൺ, പ്രഷർ കുറയുന്നത് കൊണ്ട് ഇവിടുത്തെ ഫ്ലൂയിഡ് ലെവൽ, അപ്പൊ ഇവിടുത്തെ പ്രഷർ വളരെ കുറവാണ്. പ്രഷർ കുറവായതുകൊണ്ട് ഇവിടുത്തെ ഫ്ലൂയിഡ് നന്നായിട്ട് പൊങ്ങൂലേ? വേം പറഞ്ഞേ, അതിന് ഉത്തരം വേം പറഞ്ഞേ. പ്രഷർ ഇവിടുത്തെ കുറവാണ്. പ്രഷർ കുറവായതുകൊണ്ട് ഇവിടുത്തെ ഫ്ലൂയിഡ് ലെവൽ കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? വേം പറ.
വേം പറഞ്ഞു. യെസ്, അക്ഷയ് വിജു പറഞ്ഞു ഡിക്രീസ് അല്ലേ. അലീന ഇൻക്രീസ്. വിഷ്ണു പ്രസാദ് വി പി പോകും എന്ന് പറഞ്ഞാല് മനസ്സിലായില്ല. യെസ്, കുറയും എന്നാണ് വിഷ്ണു പ്രസാദ്. കറക്റ്റ്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ശരിക്കും മക്കളെ ഇവിടുത്തെ ഫ്ലൂയിഡ് പ്രഷർ കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഫ്ലൂയിഡ് ലെവൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, പൊങ്ങില്ല, നന്നായി പൊങ്ങൂല. റെഡി അല്ലേ? അപ്പോ ഇൻക്രീസ് ചെയ്യില്ല. ഇവിടുത്തെ ഫ്ലൂയിഡ് ലെവൽ എന്താ ചെയ്യേണ്ടത്? ഡിക്രീസ് ചെയ്യാ വേണ്ടത് അല്ലെ? യെസ്, കുറയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ കുറഞ്ഞതല്ല, ഇവിടെ എന്താ കൂടിയതാ. എന്നാൽ ഇതിലേക്ക് വരുമ്പോ എന്താ, ഇവിടെ ലെവൽ കുറഞ്ഞതാ. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് കറക്റ്റ് ആണ്. ഫിഗർ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മോട് ചോദിച്ചത് എന്താ അറിയോ? കറക്റ്റ് അല്ല ചോദിച്ചത്, ഇൻകറക്റ്റാ ചോദിച്ചത്. അപ്പൊ ഇതിൽ ഏത് ഫിഗർ ആണ് ഇൻകറക്റ്റ്? എ എന്ന ഫിഗർ ആണ് ഇൻകറക്റ്റ്. സോ ഇവിടുത്തെ ആൻസർ എ ആയിരിക്കും. റെഡി? ക്ലിയർ. അതായത് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്. സോ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും ബൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. ഇനി വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയുന്നത് ബെർണോളി പ്രിൻസിപ്പിൾ പ്രകാരം. മറ്റെന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയും, ബെർണോളി പ്രിൻസിപ്പിൾ പ്രകാരം. പ്രഷർ കുറയായതുകൊണ്ട് ഇവിടുത്തെ ലെവൽ ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യില്ല മക്കളെ, ഒരു പരിധി അധികം എന്ത് ചെയ്യൂല, കൂടൂല, ഒരു ലെവലിൽ അങ്ങനെ നിൽക്കും. റെഡിയല്ലേ? സോ ഇവിടുത്തെ ലെവൽ ഒരിക്കലും ഇതിനേക്കാളും കൂടാൻ പാടില്ല, കുറയാണ് ചെയ്യുക. അപ്പൊ ശരിക്കും ഈ ലെവൽ കുറഞ്ഞാ നിൽക്കുന്നുണ്ട്, ഇവിടെയാണ് കുറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ്, അപ്പൊ ഇതാണ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ആണ് ഇവിടുത്തെ കറക്റ്റ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഇൻകറക്റ്റ് ആയത് എ ആണ്. ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ദിസ്. എല്ലാവർക്കും ഓക്കെ ആണോ? എന്റെ സൗണ്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ തീരും. എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? Yes. Now listen. Next question 10. 10 A എന്താ മക്കളെ? Define angle of contact. Angle of contact ന്റെ definition ആണ് it is the angle between. മക്കളെ കേട്ടോ, angle of contact എന്ന് പറഞ്ഞാൽ it is the angle between a line drawn at the curved liquid surface in contact with the solid and the solid inside the liquids. Okay, മക്കളെ എവിടെ നോക്ക്, listen. ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിൽ ആരുണ്ട്? ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ആംഗിൾ ബിറ്റ്വീൻ, രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആരൊക്കെ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്? ആരൊക്കെ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാ ചോദിച്ചാൽ എ ലൈൻ ഡ്രോൺ അറ്റ് ദ കർവ്ഡ് ലിക്വിഡ് സർഫസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സോളിഡ്സ്. അതായത് സോളിഡുമായി കോണ്ടാക്റ്റിൽ വരുന്ന ഈ വൈറ്റ് സാധനമാണ് എന്ത്? ശരിക്കും സോളിഡ് ട്ടോ. സോളിഡുമായി കോണ്ടാക്റ്റിൽ വരുന്ന ലിക്വിഡ് സർഫസിന്റെ അവിടെ വരക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമല്ലേ സോളിഡുമായി കോണ്ടാക്റ്റിൽ വരുന്ന കർവ്ഡ് ലിക്വിഡ് സർഫസ്, അവിടെ വരക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇതല്ലേ വരിക. അപ്പൊ ഒരു ലൈൻ ഇതാണ്, ആ ലൈനും പിന്നെ സോളിഡ് ഇൻസൈഡ് ദ ലിക്വിഡ്സ്, ഈ ലിക്വിഡിന്റെ അടിയിലുള്ള സോളിഡ്സ്, അത് ഇതല്ലേന്ന് ഞാൻ റെഡിൽ കാണിക്കാം, ഇതല്ലേന്ന്. യെസ്, അപ്പൊ ഈ രണ്ട് ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ ഇതല്ലേന്ന്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. ഓക്കെ, സോ എന്താ മക്കളെ ആംഗിൾ ഓഫ് കോണ്ടാക്ട്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ, okay, line drawn at the straight line drawn at the curved liquid surface in contact with the solid and the solid inside the liquids. Okay, ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. നെക്സ്റ്റ്, വാട്ടർ പ്രൂഫിംഗ് ഏജന്റ്സ് ആർ ആഡഡ് ടു ക്രിയേറ്റ് എ ഡാഷ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ വാട്ടർ ആൻഡ് ഫൈബേഴ്സ്. മക്കളെ മുമ്പ് വേറൊരു പോയിന്റ് മനസ്സിലാക്കാണ്ട്. ഓക്കെ, ബീന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ബീന്റെ ആൻസർ waterproofing agents are added to create a large angle of contact na vira ട്ടോ. എന്താ വരിക? large. ബീന്റെ ആൻസർ എന്താണ്? large angle of contact between the water and fiber എന്നാണ് വരിക.
എന്താണ് അങ്ങനെ? ലിസൺ, ഇവിടെ നോക്കിക്കേടാ. ഈ ഒരു സർഫസിൽ ഒരു ലിക്വിഡ് ഇങ്ങനെ നിൽക്കുന്നു, ലൈക്ക് ദിസ്, ഇങ്ങനെ നിൽക്കുന്നു. വേറെ ലിക്വിഡ് ഇങ്ങനെയും നിൽക്കുന്നു. ഈ രണ്ടാളുടെയും ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇതല്ലേ വരിക? ആണ്. അത് 90നേക്കാൾ കുറവല്ലേ? ആണ്. ഇനി അവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതല്ലേ ആ ലൈൻ? ഈ ലൈനിന് ഇതല്ലേ വരക്കേണ്ടി? ആണ്. പിന്നെ സോളിഡ് ഇൻസൈഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാ. സോ ഇവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇതുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90യേക്കാൾ കുറവാണ്. ഈ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90യേക്കാൾ കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇൻ ദിസ് കേസ് liquid wet the surface. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഈ കേസിൽ ആ ലിക്വിഡ് ഈ സർഫസിനെ വെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് ആ സർഫസും ഒട്ടി പിടിച്ചിരിക്കും. ഈ സർഫസ് ചെരിച്ചാലും ആ ലിക്വിഡ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല, കുറച്ചൊക്കെ ഒഴിഞ്ഞു പോകും, ബാക്കി അവിടെ പറ്റി പിടിച്ചിരിക്കും. എന്നാൽ ഇയാളെ ഈ സർഫസ് ചെരിച്ചാൽ ഇയാൾ വേഗം ചെയ്യും, ഉരുണ്ട് പോകും. ഏതുപോലെ? ചേമ്പിന്റെ ഇലന്റെ മുകളിൽ വെള്ളത്തുള്ളി വന്ന ആ തുള്ളി പോകുന്ന മാതിരി. അപ്പം ഇത് നോൺ വെറ്റിംഗ് കേസാണ്. വെറ്റ് ചെയ്യൂല. നോൺ വെറ്റിംഗ് ആണ്. മറ്റെന്താണ്? വെറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുതലാണെങ്കിൽ നോൺ വെറ്റിങ്ങും, ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറവാണെങ്കിൽ വെറ്റിങ്ങും. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ വെള്ളം പോയി പറ്റി പിടിച്ചിക്കാക്കല്ലേ വേണ്ടി? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടാണ് വേണ്ടത്. അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കും? ലാർജർ ആയിരിക്കും. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓക്കെ ആണ് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു മക്കളെ. ഓക്കെ, നെക്സ്റ്റ്. ഈ എ പറഞ്ഞു, ബി പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സി ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ എക്സസ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ. ഒരു എയർ ബബിളിന്റെ ഉള്ളിലുള്ള എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എക്സസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. ബബിൾ ആണ്, എയർ ബബിൾ ആണ്. Of radius 1 mm. So radius of air bubble is 1 mm. Okay, next മീറ്ററിലേക്ക് മാറ്റി 1×10⁻³ മീറ്റർ ആണ്. Now formed just below the free surface of water. അപ്പോൾ വാട്ടറിന്റെ ഫ്രീ സർഫസിന്റെ താഴെയാണ് ഈ ബബിൾ ഫോം ചെയ്ത്. അപ്പൊ ആലോചിക്കണം, വെള്ളത്തിന്റെ ഉള്ളിലാണ് ബബിൾ ഉള്ളത്. ബബിളിന്റെ എക്സസ് പ്രഷർ 4s/r. എന്നാ ബബിള് ഒരു ലിക്വിഡിന്റെ ഉള്ളിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ, ഒരു ബബിൾ ആവുമ്പോൾ അതിന് രണ്ട് ഫ്രീ സർഫസ് ഉണ്ട്, ഒന്ന് ഉൾഭാഗവും ഒന്ന് പുറം ഭാഗവും. എയറും ലിക്വിഡും കോണ്ടാക്ട് വരുന്ന സർഫസ് ഒക്കെ ഫ്രീ സർഫസാ. അപ്പൊ ഒരു ബബിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറത്തും ഉള്ളിലും ഫ്രീ സർഫസ് ഉണ്ട്. അതുകൊണ്ട് 4s/r അവിടുത്തെ എക്സസ് പ്രഷർ വരിക. എന്നാൽ ഒരു ഡ്രോപ്പ് ആണ് എടുക്കുന്നതെങ്കിലോ അതിന്റെ ഉള്ളിലും വെള്ളം ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? ഡ്രോപ്പിന്റെ ഉള്ളിൽ ഫ്രീ സർഫസ് ഇല്ല, പുറത്ത് മാത്രമേ ഫ്രീ സർഫസ് ഉള്ളൂ. അതുകൊണ്ട് 2s/r എക്സസ് പ്രഷർ വരിക. എന്നാൽ ഒരു ബബിള് ഒരു ലിക്വിഡിന്റെ ഉള്ളിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ഏത് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം? ഡ്രോപ്പിന്റെ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഡ്രോപ്പിന്റെ കേസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പിന്റെ കേസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാവൂ. തന്നത് ബബിൾ ആണെങ്കിലും ആ ബബിൾ ഉണ്ടായത് ലിക്വിഡിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ഇത് ഡ്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ എക്സസ് പ്രഷർ, ഇറ്റ്സ് ഇക്വേഷൻ ഷുഡ് ബി 2s/r. ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട് എത്ര? 72 × 10⁻³ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് വൺ ഈസ് എന്താ? റേഡിയസ് ആണ്. റേഡിയസ് 1 × 10⁻³ ആണ്. ഇത് മുകളിൽ കയറുമ്പോൾ +3 ആകും. സോ 72 × 10⁻⁶ പാസ്കൽ ആണ് അവിടുത്തെ എന്ത്? എക്സസ് പ്രഷർ ഇൻസൈഡ് ദിസ് ബബിൾ. ഓൾ ഓഫ് യു ക്ലിയർ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, എല്ലാവർക്കും എന്താ അവസ്ഥ? ഏകദേശം ഓക്കെ ആണോ? അപ്പൊ ഫ്ലൂയിഡ്സിൽ നമ്മൾ ഏതൊക്കെ ഏരിയാസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഒന്ന്, പാസ്കൽസ് ലോന്റെ
ആ ഒരു പ്രോബ്ലം അല്ലേ, സ്മോൾ എഫ് ബൈ സ്മോൾ എ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ബൈ ക്യാപിറ്റൽ എ അല്ലേ, ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒന്ന്. രണ്ടാമത്തെ പാസ്കൽ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിച്ചു വെക്കുക. 3 പാസ്കൽ ലോന്റെ പ്രൂഫും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠിച്ചു വെക്കേണ്ട അടുത്ത പോയിന്റ് ആണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലാത്ത അതൊരു ഇന്നവിറ്റബിൾ സാധനമാണ് ശരിക്കും ഒരു എക്സാമിന്, അത് എന്തായാലും ഉണ്ടാവും. ഓക്കെ. പിന്നെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ബെർണോളി പറഞ്ഞു പിന്നെ സ്റ്റോക്സ് ലോ ആൻഡ് ടെർമിനൽ വെലോസിറ്റി. സ്റ്റോക്സ് ലോയും ടെർമിനൽ വെലോസിറ്റിയും പഠിച്ചു വെക്കണം. പിന്നെ കാപ്പിലറി റൈസ് പഠിച്ചു വെക്കണം. കാപ്പിലറി റൈസ് പഠിച്ചു വെക്കണം. ഓക്കെ. കാപ്പിലാരിറ്റി എന്ന സെക്ഷൻ പഠിച്ചു വെക്കണം. പിന്നെ എക്സസ് പ്രഷർ എന്ന സെക്ഷൻ പഠിച്ചു വെക്കണം. അത് പിന്നെ ഡ്രോപ്പിന്റെ കേസിലും പിന്നെ അതുപോലെ പിന്നെ ബബിളിന്റെ കേസിലും ബബിൾ ഫോംഡ് ഇൻ ലിക്വിഡിന്റെ കേസിലും ഇപ്പൊ ചെയ്ത കേസ് അങ്ങനത്തെ കേസൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എക്സസ് പ്രഷറിന്റെ കേസ് പഠിച്ചു വെക്കുക. നൗ മക്കളെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബെർണോളി ഈ ഒരു പിന്നെ ചാപ്റ്ററിൽ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിന്റെ ആ ഒരു കേസും കൂടി ഓർത്തു വെക്കുക. ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, കുറയുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? യെസ്. MRYM ചോദിക്കുന്നുണ്ട്, സർ യങ്സ് മോഡുലസ് കൂടുതലുള്ളതിനല്ലേ എപ്പോഴും മോർ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരിക കുറച്ച് സ്ട്രെയിൻ ഉണ്ടാക്കാൻ? ഓക്കെ, അത് ശരിയാണ്. യങ്സ് മോഡുലസ് കൂടുതലുള്ള ആൾക്കാണ് കൂടുതൽ എന്ത് കൊടുക്കേണ്ടി വരിക, പിന്നെ സ്ട്രെസ് കൊടുക്കേണ്ടി വരിക. സെയിം സ്ട്രെയിൻ ആണെങ്കിൽ, അപ്പൊ സ്ട്രെയിൻ അവിടെ സെയിം ആക്കി വെക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, രണ്ട് മെറ്റീരിയലിനും ഡിഫറെന്റ് എന്താണ് യങ്സ് മോഡുലസ് ആണ്. അപ്പൊ രണ്ട് മെറ്റീരിയലിലും അപ്ലൈ ചെയ്യേണ്ട സ്ട്രെസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആർക്കാണോ കൂടുതൽ അയാൾക്കാണ് കൂടുതൽ സ്ട്രെസ് അപ്ലൈ ചെയ്യേണ്ടി വരിക. രണ്ടാളുടെയും സ്ട്രെയിൻ സെയിം ആവുകയാണെങ്കിൽ, അപ്പൊ രണ്ട് മെറ്റീരിയൽസിന്റെ സ്ട്രെയിൻ സെയിം ആണെങ്കിൽ കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ള ആൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടി വരും. അപ്പൊ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. അത് ഓക്കെ ആണ് കേട്ടോ. MRYM ചോദിച്ചത് കറക്റ്റ് ആണ്. യെസ് 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 ഓക്കെ. അപ്പൊ ഇത്രയും. അപ്പൊ നമുക്ക് ഞാനിപ്പോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്, ബിക്കോസ് നമുക്ക് ഇന്നത്തെ ലൈവ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് നാളെ 3 മണിക്ക് നമ്മളുടെ അടുത്ത നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. 3 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ കൈനറ്റിക് തിയറി, ഓസിലേഷൻ, വേവ്സ്. ഈ 5 ചാപ്റ്റേഴ്സും നമ്മൾ 3 മണിക്ക് തുടങ്ങി അങ്ങോട്ട് തീർക്കും. ഓക്കെ. എപ്പോഴാണോ തീരുക ആ സമയത്ത് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യും. ബിക്കോസ് ഇപ്പൊ ഞാൻ സൗണ്ട് പറ്റേ തീർന്നു പോയിട്ടുണ്ട്. റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഓൾറെഡി എനിക്ക് സൗണ്ട് ഇല്ല, സൗണ്ട് പോയി, ത്രോട്ട് പെയിൻ ഒക്കെയാണ്. എനിവേ നമുക്ക് നാളെ വരെ ഞാൻ റെസ്റ്റ് എടുത്ത് 3 മണിക്ക് ഞാൻ വരാം കേട്ടോ. 3 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് തീർക്കും. അപ്പൊ ഞാൻ തന്ന പ്രോമിസ് ഞാൻ പാലിക്കും. നാളത്തോടു കൂടി നമ്മൾ 15 ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടന്റ് ഏരിയാസ് നമ്മൾ കവർ ചെയ്യും. ഏകദേശം നമ്മൾ 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്തത്. ഈ നമ്മുടെ +1 ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുക നാളെയും കൂടി ആവുമ്പോൾ ഏകദേശം ആ 150 ക്വസ്റ്റ്യൻസിലും സബ് ക്വസ്റ്റ്യനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 400ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 400ഓളം ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും 60ൽ ഒരു 40-45 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും, അതിൽ തന്നെ ഉണ്ടാവും. റെഡിയല്ലേ? അതിലൊരു സംശയം വേണ്ട. അപ്പൊ എന്തായാലും നിങ്ങളുടെ A+ നിങ്ങൾക്ക് നഷ്ടമാവില്ല. പിന്നെ നിങ്ങൾ സ്വയം പഠിച്ചതും ഉണ്ടാവില്ലേ, എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. സോ 3 മണി ആകുമ്പോഴേക്കും നിങ്ങൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാനുള്ള അത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുക. അത് പഠിച്ചിട്ട് വേണം ലൈവിലേക്ക് വരാൻ. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ.